പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഫോക്കസ് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ഒന്നാമത് സിമ്പിൾ ഹാർമോണിക് മോഷനും രണ്ടാമതായിട്ടുള്ളത് എന്താണ് സിമ്പിൾ പെൻഡുലം. ഈ രണ്ട് ടോപ്പിക്ക് മാത്രമാണ് നമുക്ക് ഓസിലേഷൻ അത് പഠിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് സിമ്പിൾ പെൻഡുലം ആണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം. അതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാൻ ഭയങ്കര സാധ്യതയുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. ആ ഇക്വേഷൻ വന്നിട്ട് അതിൽ നിന്ന് നമുക്ക് ടൈം പീരീഡ്, ആംപ്ലിറ്റ്യൂഡ്, ആംഗുലാർ ഫ്രീക്വൻസി, അതുപോലെ തന്നെ ഇനിഷ്യൽ ഫേസ്, ഈ കാര്യങ്ങൾ മാത്രമേ അത് പഠിക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ മക്കളെ ഒന്നുമില്ല, നമ്മളിപ്പോ ഒരു സ്പ്രിംഗ് എടുക്കുകയാണ്. ഇപ്പൊ ഈ സ്പ്രിംഗ് ഇതിലൂടെ സ്പ്രിംഗ് കാണാൻ പറ്റും. ഈ സ്പ്രിംഗ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ടു ആൻഡ് ഫ്രോ മോഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വർക്ക് എനർജി പവർ, അത് സ്പ്രിംഗിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഒരു സ്പ്രിംഗിനകത്ത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് പ്രപ്പോർഷണൽ ആയിരിക്കും. കൂട്ടത്തിൽ ഇവിടെ ഒരു മൈനസ് സൈൻ വരും. ഈ മൈനസ് സൈൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്തെന്ന് പറയുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം Fr is equal to a constant into എന്താണ്? X. ഈ കോൺസ്റ്റന്റ് വിളിക്കുന്ന പേരാണ് ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പൊ നിങ്ങളോട് ചോദിക്കുന്നു വാട്ട് ഈസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? ഒന്നുമില്ല, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കുറച്ച് മുമ്പ് നമ്മൾ ലൈവ് വന്ന് കട്ടായി പോയതാണ്. അവിടെ ഒരു കുട്ടി കമന്റ് ചെയ്തായിരുന്നു, സാറേ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ചെയ്താലും കുഴപ്പമുണ്ട്? ഒരു കുഴപ്പമില്ല. റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ചെയ്താലും കുഴപ്പമില്ല, ഡിസ്പ്ലേസ്മെന്റ് ചെയ്താലും കുഴപ്പമില്ല. രണ്ടും എന്ത് തന്നെയാണ്? ശരി തന്നെയാണ്. പക്ഷേ ഈ മൈനസ് സൈൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിടത്തും എന്ത് വേണം? മൈനസ് സൈൻ വേണം. കാരണം റീസ്റ്റോറിംഗ് ഫോഴ്സിന് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നെഗറ്റീവ് ഓഫ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്തായിരിക്കും? ആക്സിലറേഷൻ ആയിരിക്കും. അപ്പോൾ ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഈ സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഒരു ബോഡി അവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? ആ ഓസിലേറ്റ് ചെയ്യുന്ന ആ ബോഡിയുടെ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിന്റെ ടീത്ത് ടൈമിലെ, ടി എന്ന് പറയുന്ന ടൈമിലെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെക്കണം. അതാണ് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇക്വേഷൻ. x of t is equal to a cos omega t plus phi. x of t എന്താണ്? x of t ടീത്ത് ടൈമിലെ ആ പാർട്ടിക്കിളിന്റെ, ഓസിലേറ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് x of t എന്ന് പറയുന്നത്. എന്താണ് x of t? നോക്കിക്കേ, x of t എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. പിന്നെ അവിടെ കിടക്കുന്ന ആരാണ്? a. എന്താണ് മക്കളെ a എന്ന് പറയുന്നത്? a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താണ് a എന്ന് പറയുന്നത്? a ആംപ്ലിറ്റ്യൂഡ് ആണ്. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? എന്താണ് ആംപ്ലിറ്റ്യൂഡ്? നമ്മൾ നേരത്തെ സ്പ്രിംഗ് കണ്ടില്ലായിരുന്നോ? ആ സ്പ്രിംഗ് മീൻ പൊസിഷനിൽ നിന്നും. അപ്പൊ എന്താണ് മീൻ പൊസിഷൻ? മീൻ പൊസിഷൻ എന്ന് വെച്ചാൽ മക്കളെ ഒന്നുമില്ല, ശ്രദ്ധിച്ച് ഞാൻ ഇന്ന് ബാക്ക് അടിക്കുവാണ്. മീൻ പൊസിഷൻ എന്ന് വെച്ചാൽ ഇതാണ് മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്ന് ആ സ്പ്രിംഗ് എവിടം വരെ പോകുന്നോ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കിട്ടി എ എന്ന് പറയുന്നത് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആണ്. എ ആംപ്ലിറ്റ്യൂഡ് ആണ്. ഇനി രണ്ട് ആൾക്കാരുണ്ട്, ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത് നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ആ സാധനം കണ്ടു കഴിഞ്ഞാൽ ഇക്വേഷൻ എങ്ങനെയാ വന്നത്, ഇതിന്റെ ഓരോ ടൈമും പക്കയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്യുക, ഓസിലേഷൻ പിനാക്കിൾ അക്കാഡമി അടിച്ചു കൊടുത്ത ഈ ഇക്വേഷൻ ഡെറിവേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഈ ഡെറിവേഷൻ എക്സാമിന് ചോദിക്കത്തില്ല, അതൊന്നാമത്തെ കാര്യം. അപ്പൊ ഒമേഗ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി. ഒമേഗ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്, പഠിച്ചു വെക്കുക. ഒമേഗ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t. എന്താണ് t എന്ന് പറയുന്നത്? ടൈം പീരീഡ്. എന്താ ടൈം പീരീഡ്? ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനെയാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഒരു സ്പ്രിംഗ് ഇവിടെ നിന്നും ഇവിടം വരെ പോയി തിരിച്ചിവിടെ വന്നു, തിരിച്ച് നെഗറ്റീവിലോട്ട് പോയി പഴയ അവസ്ഥയിലോട്ട് വരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു കംപ്ലീറ്റ് ഓസിലേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അവിടെ ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി അതെന്താണ്? 2π/t ആണ്. ഇനി ഒരാളുകളുണ്ട്, ആരാണ്? ഫൈ. എന്താണ് അവിടെ ഫൈ എന്ന് പറയുന്നത്? ഫേസ് കോൺസ്റ്റന്റ് ആണ്. എന്താണ് ഫൈ എന്ന് പറയുന്നത്? ഫേസ് കോൺസ്റ്റന്റ്. ഇനിഷ്യലി അത് എവിടെ നിൽക്കുന്നു? അതാണ് ഫൈ. എന്താണ് ഫൈ? ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഫേസ് ആംഗിൾ എന്ന് വിളിക്കാറുണ്ട്. ഇനിഷ്യൽ ഫേസ് എന്ന് വിളിക്കാറുണ്ട്. ഇനിഷ്യൽ ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? ഇനിഷ്യലി
t ഈക്വൽ ടു 0 ആകുമ്പോൾ, ടൈം 0 ആയിരിക്കുമ്പോൾ ആ ബോഡിയുടെ പൊസിഷനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഫൈ എന്ന് പറയുന്ന ആളെ എടുക്കുന്നത്. ഇത് എന്താണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് ഓടി വരിക. എന്തടിച്ചാൽ മതി, ഓസിലേഷൻ പിനാക്കിൾ അക്കാഡമി അടിച്ചാൽ ഫസ്റ്റ് കാണുന്ന ഓസിലേഷൻ ഫസ്റ്റ് ലെക്ചർ ആ വീഡിയോ കണ്ടാൽ ഇത് എങ്ങനെ വന്നു, ഇതിന്റെ ഓരോ ടൈമും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ വേണ്ടത് ആ 20 ക്വസ്റ്റ്യൻ, നിങ്ങൾ കാത്തിരിക്കുന്ന ആ 20 ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് ഓടിയെത്തണം. അതുകൊണ്ട് ഇതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും പറഞ്ഞാൽ സമയം കളയുന്നില്ല. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ഇനി ഇതിന്റെ ഒരു ഗ്രാഫാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഗ്രാഫ്. നമുക്കറിയാം സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇക്വേഷൻ നമുക്ക് കിട്ടിയ എന്താണ്, x is equal to a cos omega t പ്ലസ് എന്താണ് ഫൈ. x is equal to a cos omega t പ്ലസ് ഫൈ. ഓക്കെ, ഈ കോസ് ഫംഗ്ഷൻ മാത്രമല്ല സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഈ കോസിന് പകരം എന്ത് വന്നു, ഈ കോസിന് പകരം എന്തും വരാം, സൈൻ വരാം. സൈൻ ഒമേഗ ടി പ്ലസ് എന്താണ് ഫൈ. ഇത് രണ്ടും എന്ത് ഇൻഡിക്കേഷൻ ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇൻഡിക്കേഷൻ ആണ്. എക്സ് വന്നാൽ അത് ഹൊറിസോണ്ടൽ മോഷൻ ആണ്, വൈ വന്നാൽ അതെന്താണ്, വെർട്ടിക്കൽ മോഷൻ ആണ്. ഇനി ഒരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, ഇനിഷ്യൽ ഫേസ് 0 ആണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് മീൻ പൊസിഷനിലാണ്. ഒരു ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്, പോയിന്റ് എഴുതി വെച്ചോ, പേപ്പറും പേനായി എടുത്തു വെച്ചോ, എഴുതി വെച്ചോ. ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് മീൻ പൊസിഷനിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ എടുക്കുക, y is equal to a sin omega t എടുക്കുക. y is equal to a sin omega t എടുക്കുക. ഇനി ഒരു ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ്, പോസിറ്റീവ് എക്സ്ട്രീമിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാക്സിമം ആ സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്ത് മാക്സിമം പോകത്തില്ലേ, ആ ഒരു പോസിറ്റീവ് എക്സ്ട്രീം നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇക്വേഷൻ ഓർക്കുക, y is equal to a cos omega t. എന്തിനാ ഇത് പറഞ്ഞത്, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരും. പ്രോബ്ലത്തിൽ നോക്കുക, ആ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഉണ്ടായിരിക്കുന്നത് 0 ടൈമിൽ ഉണ്ടായിരിക്കുന്നത് എവിടെ നിന്നാണ്, മീൻ പൊസിഷനിലാണോ. ഇക്വേഷൻ എടുക്കുക, y is equal to a sin omega t plus 5 അല്ലെങ്കിൽ a sin omega t. 5 വേണ്ട, ഇനിഷ്യൽ ഫേസ് എന്താണ് അവിടെ 0 ആണ്. ഇനി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താണ്, y is equal to a cos omega t. വെരി ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് വരും. അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ എന്താണ്, x is equal to a cos omega t plus 5. അപ്പൊ ഈ a cos omega t plus 5 അല്ലെങ്കിൽ y is equal to, ഇവിടെ x ആണ്. ഓക്കെ, y is equal to a sin omega t അല്ലെങ്കിൽ a cos omega t വന്നു. അതിന്റെ ഗ്രാഫ് ആണ് കിടക്കുന്നത്, സൈനിന്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത്, കോസിന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നോക്കിയേ, ആ ഒരു പാർട്ടിക്കിൾ നമുക്ക് കിട്ടുന്ന ഒരു സൈനസോയിഡൽ ഫംഗ്ഷൻ ആയിരിക്കും കിട്ടുന്നത്. ഡിസ്പ്ലേസ്മെന്റ് is equal to a cos omega t plus 5 ആണ് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ. ഇനി ഇതുപോലെ വെലോസിറ്റി ഇക്വേഷൻ ഉണ്ട്. വെലോസിറ്റി ഇക്വേഷൻ മാത്രം ഞാൻ എഴുതുന്നു. വെലോസിറ്റി ഇക്വേഷൻ മൈനസ് a sin omega t plus 5 ഇൻറ്റു എന്താ വരുന്നത്, ഒമേഗ എന്ന് വരും. അല്ലെങ്കിൽ മൈനസ് a omega sin omega t plus എന്താണ്, 5 ആണ് എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, വെലോസിറ്റിയുടെ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റി ഇക്വേഷൻ. ഫോക്കസ് പോയിന്റ് ഇല്ല എന്ന് ഞാൻ ആദ്യം പറയാണ്, നമുക്ക് ആവശ്യം വരുന്നുണ്ട് ഒരിടത്ത്, അതിനുവേണ്ടി മാത്രം ഇക്വേഷൻ എഴുതുന്നുള്ളൂ. v is equal to മൈനസ് sin omega t plus 5 അല്ലെങ്കിൽ മൈനസ് a omega sin omega t plus 5 ആണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. വെലോസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് നോക്കുക. മൈനസ് ഒമേഗ റൂട്ട് a സ്ക്വയർ മൈനസ് എന്താണ്, x സ്ക്വയർ. ഇത് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷന്റെ വെലോസിറ്റിയുടെ ഒരു ഗ്രാഫ് ആണ് വരച്ചിരിക്കുന്നത്. കാരണം എന്താണ്, മൈനസ് സൈൻ ആണ് കിടക്കുന്നത്. എന്താ കിടക്കുന്നത്, മൈനസ് സൈൻ. നമുക്കറിയാം സൈന്റെ ഗ്രാഫ് എങ്ങനെയാണ്, സൈന്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ, എങ്കിൽ മൈനസ് സൈന്റെ ഗ്രാഫ് എന്ത് വരും, നേരെ തലതിരിഞ്ഞ് വരും. ഇമ്പോർട്ടന്റ് അല്ല, ചുമ്മാതെ പഠിപ്പിച്ചെന്ന് മാത്രം. ആ ഇക്വേഷൻ ഓർക്കുക, v is equal to മൈനസ് ഒമേഗ റൂട്ട് a സ്ക്വയർ മൈനസ് a സ്ക്വയർ. a എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. x എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്. a എന്താണ്, ആംപ്ലിറ്റ്യൂഡ്. x എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്. മാക്സിമം മറ്റുള്ള കുട്ടികളിലോട്ട് ഈ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. വി കൗണ്ട് കൂടുന്നതനുസരിച്ച് എന്റെ പവർ എന്ത് ചെയ്യുന്നതായിരിക്കും, കൂടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഡൗൺ ആയി പോകും. എന്നെ ഉയർത്തി കൊണ്ടുവരേണ്ടത് ആരുടെ കടമയാണ്, നിങ്ങളുടെ കടമയാണ്. ഓക്കെ അല്ലേ. അടുത്തത് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. എന്താണ് ആക്സിലറേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ? വെലോസിറ്റി ഇക്വേഷൻ കിട്ടി. എന്താ വെലോസിറ്റി is equal to മൈനസ് a omega sin omega t plus എന്താണ് 5. ഇതാണ് വെലോസിറ്റി ഇക്വേഷൻ. എങ്കിൽ ആക്സിലറേഷൻ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക, ആവശ്യം വരും നമുക്ക്. മൈനസ് a omega സ്ക്വയർ cos omega t plus 5. ഇതാണ് ആക്സിലറേഷൻ ഇക്വേഷൻ. ആക്സിലറേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പഠിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്, മൈനസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ്. കാരണം നമുക്കറിയാം a cos omega t plus 5 എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ x ആണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആക്സിലറേഷൻ ഇക്വേഷൻ. ഇതും എവിടെ ഇല്ല, ഫോക്കസ് പോയിന്റ് ഇല്ല, പക്ഷെ ആവശ്യമുണ്ട്, അതിനുവേണ്ടി ഞാൻ പറഞ്ഞു തന്നത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഗ്രാഫ് ആണ് കിടക്കുന്നത്. കാരണം നോക്കിക്കേ, ഇന്നേക്ക് നമുക്കറിയാം കോസിന്റെ ഗ്രാഫ് എങ്ങനെ
എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതാണ് കോസിന്റെ ഗ്രാഫ്. ഇവിടെ കിടക്കുന്നത് മൈനസ് കോസിന്റെ ഗ്രാഫാണ് കിടക്കുന്നത്. മൈനസ് കോസിന്റെ ഗ്രാഫാണ്. നേരെ ഗ്രാഫ് എന്ത് ചെയ്തു വരും? തലതിരിഞ്ഞു വരും. നേരെ എന്ത് വരും? തലതിരിഞ്ഞു വരും. ഓക്കെ അല്ലേ? ദെൻ അടുത്തതിലോട്ട് പോവാം. എന്താണ് സിമ്പിൾ പെൻഡുലം? അപ്പൊ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ കഴിഞ്ഞു. സിമ്പിൾ ഹാർമോണിക് മോഷനകത്ത് എന്ത് മാത്രം പഠിക്കുക? ആ ഇക്വേഷൻ പഠിക്കുക. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ ഇക്വേഷൻ ആണ് x = -a cos ωt+5. അതിനകത്ത് ഒമേഗ എന്താണ്? ആംഗുലർ ഫ്രീക്വൻസി. ഇക്വേഷൻ എന്താണ്? 2π/t. t എന്താണ്? ടൈം പീരീഡ്. t എന്താണ്? ടൈം പീരീഡ്. ϕ എന്താണ്? ഇനിഷ്യൽ ഫേസ്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, സിമ്പിൾ പെൻഡുലം. എന്താണ് സിമ്പിൾ പെൻഡുലം? ഞാൻ നേരത്തെ പറഞ്ഞു, തൂക്കിയിട്ട് ഒരു സാധനത്തിന് എന്ത് ചെയ്യുക? ആട്ടിക്കളിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിമ്പിൾ പെൻഡുലം എന്ന് വിളിക്കുന്നത്. തൂക്കിയിട്ട് സാധനത്തിന് ആട്ടുക. എന്താണ്? ഫോർ എക്സാമ്പിൾ ഊഞ്ഞാല്. ആ ഊഞ്ഞാല് തൂക്കിയിട്ട് ആട്ടുകയല്ലേ ചെയ്യുന്നത്? നോക്കിക്കേ, ഇതന്നെ ഇവിടെ ഒരു ഫിഗർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു അണ്ണാച്ചി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് കണ്ടോ? എന്ത് രസം! അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കുന്നു. നിങ്ങൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് പോയിരിക്കുന്നുണ്ടോ? ഒരു സൈനസോയിഡൽ ഗ്രാഫ് അല്ലേടാ അവിടെ പോയിരിക്കുന്നത്. എന്താടാ പോയിരിക്കുന്നത്? ഒരു സൈനസോയിഡൽ ഗ്രാഫ് അല്ലേടാ പോയിരിക്കുന്നത്. മക്കളെ, നിങ്ങൾ ചുമ്മാതിരിക്കുവാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം? ആ കമന്റ് ഒക്കെ വായിച്ച് പഠിച്ച് എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് പോകാം. അപ്പൊ എനിക്കൊന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് കമന്റ് ഒക്കെ വായിക്കാൻ പറ്റും. അപ്പൊ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പറ്റുന്നവരൊക്കെ സ്റ്റാറ്റസ് ആക്കുക, പറ്റുന്നവർ സ്കൂൾ ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക. ഇനി മുമ്പ് വന്നിട്ട് പോയവരാണെങ്കിൽ ഒന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക, ലൈവ് തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ മാക്സിമം നമുക്ക് എനർജിയിൽ ഞാൻ വരുന്നതായിരിക്കും, ഉറപ്പാണ്. ഒരു 10-20 പേരൊക്കെ ഉണ്ട്. നിങ്ങളിങ്ങനെ ചാറ്റൊക്കെ ചെയ്യുവാണെങ്കിൽ എന്നാ രസമാണെന്നറിയാവോ, എന്നാ പവറാണെന്നറിയാവോ ക്ലാസ്സിൽ വരുന്നത്? നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പിൾ പെൻഡുലം? ഈ കാണുന്ന സാധനമാണ് എന്ത്? സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ സിമ്പിൾ പെൻഡുലത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ഡെറിവേഷൻ ഞാൻ ഡെറിവേഷനിലോട്ട് പോകുന്നില്ല. ഞാൻ ആദ്യം പറയാണ്, ഞാൻ ഡെറിവേഷനിലോട്ട് പോകുന്നില്ല. ഡെറിവേഷനൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഈ സിമ്പിൾ പെൻഡുലമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഡെറിവേഷനിലോട്ട് ഞാൻ കടന്നു ചെല്ലുന്നില്ല. ഓക്കെ, മക്കളെ ശ്രദ്ധിക്കുക. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു ഫിഗർ ആണ് സാർ ഇപ്പോൾ ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? ഇവിടെ ഒരു ബോബ് ഉണ്ട്. എന്നിവിടെ കാണാൻ പറ്റും. ഇവിടെ എന്തുണ്ട്? ഒരു ബോബ് ഉണ്ട്. ആ ബോബിന്റെ മാസം എന്താണ്? ബോബിന് മോളിയും. ബോബിന്റെ മാസം എന്താണ്? m ആണ് ബോബിന്റെ മാസം എന്ന് പറയുന്നത്. ഈ ബോബിന് താഴോട്ടേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്. എന്താണ്? mg ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എവിടോട്ട് ആക്ട് ചെയ്യും? നേരെ താഴോട്ട് ആക്ട് ചെയ്യും. ആരാണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? നേരെ താഴോട്ട് ആക്ട് ചെയ്യും. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ്? mg ആണ് ആക്ടിങ് ഡൗൺവേർഡ്. മക്കളെ നോക്കിക്കേടേ. ഇവനെ ഞാൻ ഒരു തീറ്റ ആംഗിൾ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇവൻ തിരിച്ചിങ്ങോട്ട് വരണ്ടേ? തിരിച്ചിങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ഫോഴ്സ് വേണം. തിരിച്ചു വരാൻ ഈ സാധനം, ഈ മാസ് തിരിച്ച് അതിന്റെ മീൻ പൊസിഷനിലോട്ട് വരാൻ എന്ത് വേണം? അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് വേണം. ആരാണ് ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാക്കുന്നത്? ആരാന്നറിയാവോ? അതിന് നമ്മൾ mg നെ റിസോൾവ് ചെയ്യണം. ഇതേണ്ടേ, ഈ എടുത്തിരിക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് തന്നെയായിരിക്കും? തീറ്റ തന്നെയായിരിക്കും. mg നെ റിസോൾവ് ചെയ്യുക, രണ്ട് കമ്പോണന്റ് ആക്കുക. ആരൊക്കെ ആക്കുക? എന്തൊക്കെയാക്കുക? ഒരു സൈൻ കമ്പോണന്റും ഒരു കോസ് കമ്പോണന്റും. എന്തൊക്കെയാണ്? ഒരു സൈൻ, ഒരു കോസ്. ഒരു സൈൻ, ഒരു കോസ്. സൈൻ ആണ് ദേ ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോ സൈൻ തീറ്റ, mg സൈൻ തീറ്റ. ആരാടാ? ഏതവനാടാ? mg സൈൻ തീറ്റയാണ് ഈ ബോഡിനെ, സിമ്പിൾ പെൻഡുലത്തിനെ ഓസിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. mg സൈൻ തീറ്റ പ്രൊവൈഡ് ഓസിലേഷൻ. mg കോസ് തീറ്റ ചുമ്മാതിരിക്കുന്നൊന്നുമില്ല. mg കോസ് തീറ്റയാണ്. അതിനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ആരെ തൂക്കിയിട്ടിരിക്കുകയാണ്? ആ മാസിനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ആ മാസിനെ, ആ തൂക്കിയിട്ടിരിക്കുന്ന ആ സ്ട്രിങ്ങിന് വേണ്ട ടെൻഷൻ കൊടുക്കുന്നത് ആരാണ്? ടെൻഷൻ കൊടുക്കുന്നത് ആ സ്ട്രിങ്ങിന് വേണ്ട ടെൻഷൻ കൊടുക്കുന്നത് mg cos θ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. ഇനിയാണ് നമുക്ക് വേണ്ടത് ഈ mg sin θ കാരണമാണ് ഇവൻ ഇങ്ങനെ നാടി കളിക്കുന്നത്. mg sin θ നാടി കളിക്കുന്നത്. അപ്പൊ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? mg sin θ ആണ്. ഇവിടെ നമ്മൾ ഈ സിമ്പിൾ പെൻഡുലത്തിന്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ഞാൻ ഡെറിവേഷനിലോട്ട് പോകുന്നില്ല. ഡെറിവേഷൻ ചെയ്തിട്ടുണ്ട്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യുക, സിമ്പിൾ പെൻഡുലം പിനാക്കിൾ അക്കാഡമി അടിച്ചാൽ ഇതിന്റെ ഡെറിവേഷൻ വളരെ പക്കയായിട്ട് രണ്ട് രീതിയിലുള്ള ഡെറിവേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോർക്ക് വെച്ചുള്ള ഡെറിവേഷൻ മതി, അത് നമ്മൾ ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഡെറിവേഷനിലോട്ട് കിടക്കുന്നത് നോട്ട് ചെയ്തതാണ്. നമുക്ക് ആ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ കാത്തിരിക്കുന്ന വരാൻ പോകുന്ന ആ 20 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ആ 20 ക്വസ്റ്റ്യൻ അതുപോലെ ചോദിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അത് പഠിച്ചാൽ എന്ത് വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? ചെയ്തിരിക്കും. ഞാൻ മുക്കും മൂലയും അരച്ചു പറക്കി എവിടെന്തൊക്കെ എങ്ങനെയൊക്കെ ഫോക്കസ് പോയിന്റ് ക്വസ്റ്റ്യൻ വരാവോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഈ ഒരു പവർ ഇനി അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്റെ 5 ക്വസ്റ്റ്യൻ കഴിയുമ്പോഴത്തേക്കും ബി കൗണ്ട് ഇതുപോലെയൊക്കെ ആണെങ്കിൽ ഞാൻ തളർന്ന് അയ്യാഭാവിയായി പോകും. അതുകൊണ്ട് ഞാൻ പൊങ്ങി വരണം. ഞാൻ എന്തുമാത്രം മാക്സിമം പവർ എടുക്കുന്നു എങ്കിലേ നിങ്ങൾ ക്ലാസ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിന് നിങ്ങളാണ് ചെയ്യേണ്ടത്. ഈ 10 പേരെങ്കിൽ 10 പേര് മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. എന്നിട്ട് അവരോട് പറയാം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വി കൗണ്ട് കൂടുകയും നിങ്ങൾക്ക് ക്ലാസ്
ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെ ചെയ്യണ്ട, വിട്ടി പോകും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടൈം പീരീഡിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ സാധനം ഇവിടെ കിടന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യും. ഈ സാധനം ഇവിടെ കിടന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഓസിലേറ്റ് ചെയ്യുന്നു. ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമിനെ, ഒരു പ്രാവശ്യം ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്ന ടൈമാണ് എന്ത്, ടൈം പീരീഡ്. ആ ടൈം പീരീഡ് ഇൻഡിക്കേഷൻ എന്താണ്? ആ ടൈം പീരീഡ് ഇൻഡിക്കേഷൻ, ടൈം പീരീഡ് T is equal to മക്കളെ 2π റൂട്ട് L/G. T is equal to 2π റൂട്ട് L/G. എന്തോ L/G. ഓക്കെ, ഗെയിമിംഗ് എന്തോ ഗെയിമിംഗ് എംബർ ആണ്, എന്തെങ്കിലുമാണ്. അദ്ദേഹത്തിന് മാത്രമേ ഒരു ഉഷാറുള്ളെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ മാത്രമാണ് ലൈക്ക് ചെയ്യുക, 100 ലൈക്ക് അടിക്കുക എന്നൊക്കെ പറയുന്നത്. ബാക്കിയുള്ളവരും കൂടെ ചാറ്റ് ബോക്സിലോട്ട് വരിക, ചാറ്റ് ബോക്സിൽ നിങ്ങൾ മാമാങ്കം നടത്തുക. പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അനാവശ്യമായിട്ട് ഒന്നും ഡിസ്കഷൻ കൊണ്ടുവരില്ലേ. നിങ്ങൾ പെട്ടെന്ന് ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ചാറ്റ് വായിച്ചു, നിങ്ങളൊക്കെ തെറിയൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ വായിച്ചു കഴിഞ്ഞായിരിക്കും തെറിയാന്നറിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സാധനം ഒന്നും ചാറ്റ് ബോക്സിൽ ദയവ് ചെയ്ത് ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പെട്ടെന്നായിരിക്കും വായിച്ചു പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. ഞാൻ ഓക്കെ. അപ്പൊ എന്തെങ്കിലും ആട്ടെ, അപ്പൊ മാക്സിമം ഷെയർ ചെയ്തില്ലേ? ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒളിഞ്ഞ് വൃത്തികെട്ടവന്മാരകത്ത് പറഞ്ഞ് വീഡിയോ കാണാതിരിക്കുന്നുണ്ടോ? അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, വൃത്തികെട്ടവരല്ല നിങ്ങൾ നല്ലവരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക, ഇല്ലെങ്കിൽ നിങ്ങൾ വൃത്തികെട്ടവരാണ്. അപ്പൊ എന്തെങ്കിലും ആവട്ടെ, അപ്പൊ ലൈക്കിന്റെ എണ്ണം കൂടെ പടപടാമെന്ന് കൂടട്ടെ, ഒരു 50 വരട്ടെ, 100 വരട്ടെ, 150 വരട്ടെ. അപ്പോൾ എന്റെ പവർ അങ്ങ് കൂടും. കൂട്ടണോ കുറയ്ക്കണോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, സിമ്പിൾ പെല്ലത്തിന്റെ ടൈം പീരീഡ് ഇൻഡിക്കേഷൻ ആണ് T is equal to 2π റൂട്ട് L/G എന്ന് പറയുന്നത്. ഈ ഇക്വേഷനകത്ത് നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് ആ സിമ്പിൾ പെൻഡലത്തിന്റെ മാസിനെ എന്ത് ചെയ്തില്ല, ഡിപ്പെൻഡ് ചെയ്തില്ല. നിങ്ങൾ ഒരു ചെറിയ മാസിനെ ആട്ടിയാലും ഒരു വലിയ മാസിനെ ആട്ടിയാലും ശരി, ടൈം പീരീഡും ചേഞ്ച് ചെയ്യണം. മാസ് വേണം, മാസ് ഇല്ലെങ്കിൽ ആറത്തില്ല. കാരണം എന്താ, ഈ mg sin θ ആണ് റിസ്റ്റോറിംഗ് ഫോഴ്സ്. ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ആരാ, mg sin θ ആണ്. അപ്പൊ മാസ് വേണം, മാസ് ഉണ്ടെങ്കിലേ അവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അതിന്റെ ടൈം പീരീഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് എന്താണ്, മാസ് ഓഫ് ദി ബോബ്. ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ബോബിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൺലി ഡിപ്പെൻഡ്സ്, ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലെങ്ത് ഓഫ് ദി പെൻഡുലം. പെൻഡുലത്തിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ദെൻ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ രണ്ടാൾക്കാർ എപ്പോൾ മാറുന്നോ അപ്പോൾ എന്ത് മാറും, സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് മാറും. ഈ രണ്ടാൾക്കാർ എങ്ങനെ മാറും, എവിടെയൊക്കെ മാറും, ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓരോ ക്വസ്റ്റ്യനകത്തുണ്ട് ലെങ്ത് മാറുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, ജി മാറുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതൊക്കെ കാണണ്ടേ? ഒന്ന് ഷെയർ ചെയ്യൂ, ഒന്ന് സപ്പോർട്ട് ചെയ്യൂ, എങ്കിൽ മാത്രമേ നമ്മൾ വേവ്സിൽ ആ 10 ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഒളിഞ്ഞു കിടക്കുന്ന 10 ക്വസ്റ്റ്യൻ വേണോ എങ്കിൽ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് വേണം. നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എനർജി, എന്റെ പവർ എന്താണ്, നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ ആണ്, നിങ്ങളുടെ ആ ഒരു ലൈക്ക് ആണ്, നിങ്ങളുടെ ഒരു ഷെയർ ആണ്, നിങ്ങളുടെ കമന്റ് ആണ്. അതിങ്ങി പോരട്ടെ, ഉള്ളിൽ നിന്ന് പോരട്ടെ, കയ്യിൽ നിന്ന് പോരട്ടെ, കുത്തിപ്പൊട്ടിക്കുക, പെട്ടെന്ന് വരട്ടെ. അപ്പോൾ ടൈം പീരീഡ് ഇൻഡിക്കേഷൻ 2π L/G ഡിപ്പെൻഡ് ചെയ്യുന്ന ആരെ മാത്രം, ലെങ്ത് കൂടിയാൽ ടൈം പീരീഡ് കൂടും, ജി കൂടിയാൽ ടൈം പീരീഡ് എന്ത് ചെയ്യും, കുറയും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണ്, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ, അതിന്റെ ഇക്വേഷൻ എന്താണ്, x is equal to a cos omega t plus y. x എന്താണ്, ഡിസ്പ്ലേസ്മെന്റ്, a എന്താണ്, ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്താണ്, ആംഗുലാർ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി, t എന്താണ്, ആ ഇൻസ്റ്റന്റേനിയസ് ടൈം. അതുപോലെ തന്നെ ഫൈ എന്താണ്, ഇനിഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് കോൺസ്റ്റന്റ്. ഒമേഗ ഇക്വേഷൻ എന്താണ്, 2π/t. ഇതൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് ഈ ചാപ്റ്ററിലും അടുത്ത ചാപ്റ്ററിലും. ഓക്കെ അല്ലേ? 16 പേരുണ്ട്. ഈ 16 പേര് ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ 16 എന്നുള്ളത് 20 ആക്കി മാറ്റാൻ പറ്റും. ആ 20 എന്നുള്ളത് 40 ആയി എന്ത് രസമായിരിക്കും. അത് 50 ആയാൽ അതിനേക്കാൾ മനോഹരമായിരിക്കും. 100 ആയി കഴിഞ്ഞാലോ മനോഹരത്തിന് മനോഹരം. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ ഈ ലൈവ് ഇനി മുന്നോട്ടേക്ക് പോകത്തുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോകാം. മക്കളെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ കാത്തിരുന്ന അണ്ണൻ വന്നിരിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഓരോ പോയിന്റും ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കി അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള നല്ല ചൂടുള്ള എണ്ണയെ പൊരിച്ച 10 ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. എണ്ണയെ പൊരിച്ചെടുത്ത ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ. വളരെ 10 ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് പോയാൽ മതി. വേറെ ഒരു കുന്തവും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നോക്കണ്ട. ആ ഒരു 10 ക്വസ്റ്റ്യനകത്ത് ഈ ഫോക്കസ് ഏരിയ ആയിട്ട് റിലേറ്റഡ് ഉള്ള എന്തും വന്നിട്ടുണ്ട്. ഏത് ആപ്ലിക്കേഷൻ ആണോ വന്നിട്ടുണ്ട്. ഉറപ്പാണ്. 10 ക്വസ്റ്റ്യൻ എങ്ങനെ പഠിക്കണം? കാണാപ്പാഠം പഠിക്കരുത്. കാണാപ്പാഠം പഠിച്ചത് പഠിക്കാതിരിക്കുന്നത് നല്ലത്. കാണാപ്പാഠമല്ല, മനസ്സിലാക്കി ഓരോ ക്വസ്റ്റ്യനകത്തും ഒളിഞ്ഞിരിക്കുന്ന ഫിസിക്സിന്റെ മനോഹരമായ കൺസെപ്റ്റുകൾ
പറക്കിയെടുത്ത് അതിനെ അറിഞ്ഞുകൊണ്ട് അതെവിടെ കിടക്കുന്നു, എവിടെ നിന്നാണ് അപ്ലിക്കബിൾ ആക്കേണ്ടത്, എങ്ങനെയാണ് വന്നത് എന്ന് അറിഞ്ഞു ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും ഓരോ തിയറിയും ഓരോ ഡെറിവേഷനും ഫിസിക്സിന്റെ ഹാർട്ട്, ഹൃദയ സ്പന്ദനം അറിഞ്ഞ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫിസിക്സുമായിട്ട് നിങ്ങളൊരു അഭേദ്യമായ ബന്ധം പുലർത്തും. ഒരു പ്രത്യേകതരം ഒരു പ്രണയം ഫിസിക്സിനോട് തോന്നും, മനോഹരമായ പ്രണയം. നിങ്ങൾ കാണുന്ന ഈ ചാവാളി പ്രണയമല്ല, മനോഹരമായ പ്രണയം, സബ്ജക്റ്റിനോടുള്ള പ്രണയം. നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നു. നിങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളൊരു സയൻസ് ഫീൽഡാണൊക്കെ എടുക്കുന്നതെങ്കിൽ മക്കളെ, ഫിസിക്സ് ഒരു സംഭവമാണ്. ഒരു കുന്തവും പഠിക്കാതെ പോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അറിയില്ല. കാരണം നിങ്ങൾ എന്ന് പറയുന്ന കുട്ടികൾ, നമുക്കറിയാം, സ്കൂൾ കാണാത്ത പാവം പിടിച്ച കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളുടെ വിഷമം എനിക്കറിയാം. പക്ഷേ നമ്മളുടെ ലൈഫാണ്, നമ്മളുടെ കരിയറാണ്. എക്സാം എഴുതാൻ പറഞ്ഞാൽ എഴുതിയിരിക്കണം. നമ്മൾ എഴുതാതെ വീട്ടിൽ ഇരുന്നാൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും കുറവുണ്ടാകത്തില്ല, മന്ത്രിമാരുടെ വീട്ടിൽ വിഷയം ഉണ്ടാകത്തില്ല, അവരുടെ വീട്ടിൽ അരി വേകും. നിങ്ങളുടെ ലൈഫാണ് സ്പോയിൽ ആകുന്നത്. അപ്പോൾ എക്സാം എഴുതുന്ന സമയത്ത് എക്സാം എഴുതിയിരിക്കണം. മാറ്റുന്ന കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട, മാറ്റാൻ ഒരു സാധ്യതയില്ല. പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഞാൻ നിങ്ങളുടെ കൂടെ കാണും. ഓരോ ലൈവിൽ നിങ്ങളുടെ കൂടെ ഞാൻ കാണും. പക്ഷേ ഇതിനുള്ള സപ്പോർട്ട് എന്താണോ, ഇതിന്റെ സപ്പോർട്ട് അതാണ് ഇനി വരുന്ന ലൈവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, നന്നായിട്ട് നിങ്ങൾ റിപ്ലൈ തരുന്നുണ്ട്. ഐ ലവ് ഫിസിക്സ്. ഓക്കെ ശ്രീനാഥ്, വെരി ഗുഡ്. ഗെയിമിംഗ് ഓക്കെ, ഗെയിമിംഗ് 100% ആ കുട്ടി. അവൻ തന്നെയാണ് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 100%, 100 നമുക്ക് 200% മാർക്ക് മേടിക്കാം. ശ്രദ്ധിക്കണം ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നേരത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോവാം. നമുക്ക് ഈ ഇടയ്ക്ക് ഞാൻ ചളി അടിക്കുന്ന സമയം തരും. ആ സമയത്ത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ചളിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്, പേടിക്കേണ്ട, നല്ല ചളിയനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തൽക്കാലം ക്വസ്റ്റ്യൻ നോക്കുക. പഠിക്കേണ്ട കാര്യമാണ്, നോക്കുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഓക്കെ, ടോപ്പിക്കിലോട്ട് വന്നു. നന്ദനാണോ? നാദപ്പ മനോജ്. നാദപ്പ മനോജ് നമ്മൾ ടോപ്പിക്കിലോട്ട് വന്നു. ഓക്കെ, ശ്രദ്ധിക്കാം മക്കളെ. A particle executing simple harmonic motion according to the equation x is equal to 5 sin 2 pi by 3 into t. Okay, ഒരു പാർട്ടിക്കിൾ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ്. അതിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. x is equal to എന്താണ്? 5 sin 2 pi by 3 into എന്താണ്? t. ഇതാണ് ഇക്വേഷൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ആംഗുലാർ ഫ്രീക്വൻസി. എന്ത് കണ്ടുപിടിക്കണം? ആംഗുലാർ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആംപ്ലിറ്റ്യൂഡ്. മൂന്നാമത്തത്, പീരീഡ് ഓഫ് ദി ഓസിലേഷൻ. ഈ 3 ആൾക്കാരെ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. മക്കളെ എഴുതി വെക്കണം. ജനറൽ ഇക്വേഷൻ x is equal to എന്താണ്? a cos ഒമേഗ t പ്ലസ് ഫൈ. ഇവിടെ ഇനിഷ്യൽ ഫേസ് ഫൈ എന്താണ്? കമ്പയർ ചെയ്യണം, ഇക്വേഷൻ കമ്പയർ ചെയ്യണം. ഫൈ എന്തായിരിക്കും? ഫൈ 0 ആയിരിക്കും. ഫൈ എന്തായിരിക്കും? 0 ആയിരിക്കും. ആരാണ് കണ്ടുപിടിക്കുന്നത്? ആംഗുലാർ വെലോസിറ്റി. ആരെയാണ്? ആംഗുലാർ വെലോസിറ്റി ഒമേഗ. ആരാണ്? ഒമേഗ. ആംഗുലാർ വെലോസിറ്റി ഒമേഗനെ കണ്ടുപിടിക്കുക. നോക്കിക്കേടാ, ആ ടീയുടെ കൂടെ കിടക്കുന്ന ആരാ? ഇവിടെ ഒമേഗയാണ്. ടീയുടെ കൂടെ കിടക്കുന്നവൻ ആരാ? ഒമേഗ. ടീയുടെ കൂടെ ആരാ കിടക്കുന്നത്? ഇവിടെ 2π/3. ടീയുടെ കൂടെ ആരാ കിടക്കുന്നത്? 2π/3. അപ്പൊ മക്കളെ കിട്ടി. എന്താ ഒമേഗ? 2π/3. സിമ്പിൾ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി. 2π/3. ആംപ്ലിറ്റ്യൂഡ്. എന്താ ആംപ്ലിറ്റ്യൂഡ്? കോസിന്റെ കൂടെ പിറപ്പ്. കോസിന്റെ കൂടെ കിടക്കുന്ന ആളാണെന്ത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞത്. ആരാണോ ഇവിടെ കിടക്കുന്നത്? 5 കോസിന്റെ കൂടെ കിടക്കുന്നത്. നമ്മളിവിടെ സൈനായിട്ട് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ സൈനിന്റെ ടൈമിലും പറയാം, കോസിന്റെ ടൈമിലും പറയാം, ഒരു വിഷയവും ഇല്ല. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഇനിഷ്യൽ പോസിഷൻ അനുസരിച്ചാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സൈൻ പറഞ്ഞാലും കോസ് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ഇത് നമുക്ക് x is equal to എന്ന് എഴുതാം. a sin ഒമേഗ ടി എന്ന് എഴുതിയാലും ഒരു കുഴപ്പവും ഇല്ല. ഓക്കെ, ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിരിക്കണം. സൈൻ സ്റ്റാൻ എഴുതി വെക്കൽ ചാടി തെറ്റിപ്പോകും, അത് വേറെ കാര്യം. ഓക്കെ, സൈനും കോസും ഒക്കെ ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെ പോകുന്നതാണ്. പക്ഷെ ടാൻ മാത്രം ഇങ്ങനെ നേരെ ഒരു പോക്കാ പോകുന്നത്. വല്ലപ്പോഴും ആ മാത്സിന്റെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ തുറന്നു നോക്കുകയാണെങ്കിൽ ആ ഫംഗ്ഷന്റെ ഗ്രാഫ് കാണാം. സൈന്റെയും കോസിന്റെ ഒക്കെ ഗ്രാഫ് കാണാൻ പറ്റും. സൈനും കോസും ഇങ്ങനെ പാമ്പ് പോകുന്ന പോലെ പോകുന്നു. പക്ഷെ ടാൻ മാത്രം മണ്ട കൊണ്ടുപോകും. ഓക്കെ, അത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, പക്ഷെ എവിടാ സൈൻ? അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ആംപ്ലിറ്റ്യൂഡ് പറ. എന്താണ് ആംപ്ലിറ്റ്യൂഡ്? സൈൻ അല്ലെങ്കിൽ കോസിന്റെ കൂടെ കിടക്കുന്നതിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആംപ്ലിറ്റ്യൂഡ് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ആംപ്ലിറ്റ്യൂഡ് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താണ്? പീരീഡ് ഓഫ് ദി ഓസിലേഷൻ. എന്താ പീരീഡ്? എടാ, ഒമേഗ 2π/3 അല്ലേ? ഒമേഗ ഡിക്കേഷൻ എന്താണ്? ഒമേഗ 2π/3 എന്ന് കിട്ടി. ഒമേഗ ഡിക്കേഷൻ എന്താണ്? 2π/t. ഒമേഗ എന്താണ്? 2π/t. അതാണ് ഒമേഗ എന്ന് പറയുന്നത്. എന്താണ്? 2π/3. വെട്ടിക്കള.
ടി ഈക്വൽ ടു ടൈം പീരീഡ് എന്ത് കിട്ടി? 3 കിട്ടി. ടൈം പീരീഡ് എന്ത് കിട്ടി? 3 കിട്ടി. അല്ലേടെ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ, സിമ്പിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എങ്കിൽ അടുത്ത ബിഗ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഈസ് ദ minimum time required for the particle move between 2 points 2.5 centimeter on either side of the mean position? ആ മീൻ പൊസിഷന്റെ ഏതർ സൈഡ്, അതായത് മീൻ പൊസിഷനിൽ നിന്ന് 2.5 സെന്റിമീറ്റർ പോയി അത് തിരിച്ചു വരാനെടുക്കുന്ന സമയമാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത്? ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? മീൻ പൊസിഷനിൽ നിന്നും നമ്മൾ എന്താ ചെയ്യുന്നത്? മീൻ പൊസിഷനിൽ നിന്നും 2.5 സെന്റിമീറ്റർ വരെ പോകാനുള്ള എന്തിനെ കണ്ടുപിടിക്കും? നമ്മൾ ടൈം കണ്ടുപിടിക്കും. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ. ഏതർ സൈഡ് എന്ന് പറയുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മീൻ പൊസിഷനിൽ നിന്ന് 2.5 സെന്റിമീറ്റർ വരെ പോകാനുള്ള ടൈമിനെ നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ 2 കൊണ്ട് എന്ത് ചെയ്യും മക്കളെ? മൾട്ടിപ്പിൾ ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടുന്നതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ബി ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു. ബി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇവിടുത്തെ പൊസിഷൻ എന്താണ് ഇപ്പൊ ഇരിക്കുന്നത്? 2.5 സെന്റിമീറ്ററിലാണ് ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ അവൻ ഇരിക്കുന്ന എവിടെയാണ്? 2.5 സെന്റിമീറ്റർ. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടി നമുക്ക്? 2.5 സെന്റിമീറ്റർ ആണ്. എങ്കിൽ അവിടുത്തെ ടൈം അല്ലേടാ കണ്ടുപിടിക്കേണ്ടത്? ടൈം അല്ലേടാ കണ്ടുപിടിക്കേണ്ടത്? അവിടുത്തെ ടൈം എന്തായിരിക്കും മക്കളെ? എന്താണ് നമ്മുടെ ഇക്വേഷൻ? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു, കിടക്കുന്ന ഇക്വേഷൻ എന്താണ്? 5 സൈന് 2π എന്താണ്? 3 into t. അവിടെ x എന്താണ്? 2.5. അതായത് മീൻ പൊസിഷനിൽ നിന്നും 2.5 സെന്റിമീറ്റർ വരെ പോകാനുള്ള സമയമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ x തന്നിട്ടുണ്ട്, എത്രയാണ്? 2.5. അപ്പോൾ x ന് പകരം എന്തിട്ട് കൊടുക്കുക? 2.5 is equal to 5 sin 2π/3 into എന്താണ്? t ആണ്. എടാ എന്താണ് ചെയ്യേണ്ടത്? വേണ്ട ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് ഇവിടെ കിട്ടും 2.5 divided by 5 is equal to sin 2π/3 into എന്താ മക്കളെ? t എന്ന് വരും. എടാ 2.5 divided by 2 വെട്ടിക്കളാ 2.5 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം ഉണ്ട് 5നകത്ത്. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 1/2 is equal to മക്കളെ എന്താണ്? sin 2π t/ എന്താണ്? 3 എന്ന് കിട്ടി. എടാ ഇങ്ങോട്ട് നോക്കിയേ, ഇതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അല്ലേ? ഇതൊരു ആംഗിൾ അല്ലേ ഞാൻ ഈ വട്ടം വരച്ച് വെച്ചിരിക്കുന്നത്? ഈ ആംഗിളിനകത്തുള്ള ഈ ആംഗിൾ എന്താണ്? ഈ ആംഗിൾ ഏതോ ഒരു ആംഗിൾ ആകുമ്പോൾ ഇതിന്റെ ആൻസർ എന്ത് കിട്ടി? 1/2. സൈന്റെ ഏത് ആംഗിൾ ആണ് 1/2 കിട്ടുന്നത്? നിങ്ങൾ തന്നെ പറ. സൈന്റെ ഏത് ആംഗിളിനാണ് 1/2 ആൻസർ കിട്ടുന്നത്? സൈൻ 30 ആണോ? സൈൻ 40 ആണോ? സൈൻ 45 ആണോ? സൈൻ 60 ആണോ? സൈന്റെ ഏത് ആംഗിളിനാണ്? സൈന്റെ ഏത് ആംഗിളിനാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1/2 കിട്ടുന്നത്? പറ, നിങ്ങൾ തന്നെ പറ. സൈന്റെ ഏത് ആംഗിളിലാണ് 1/2 കിട്ടുന്നത്? ഏത് ആംഗിളാണ് 1/2 കിട്ടുന്നത്? സൈൻ 60 ആണോ? സൈൻ 30 ആണോ? പറ. നിങ്ങൾ ഒന്ന് മറ്റേ ട്രിഗണോമെട്രിക്കകത്ത് പഠിക്കുന്നതല്ലേ? സൈൻ 60 ആണോ? 30 ആണോ? 45 ആണോ? 45 ആണോ? ഒരിക്കലും അല്ല. സൈൻ 45 എന്ന് വെച്ചാൽ എന്താണ്? 1/√2 ആണ് അല്ലെ? അപ്പോൾ സൈൻ 30 ആണോ? സൈൻ 30 നമുക്ക് നോക്കാം. സൈൻ 30 എന്ന് പറയുന്നത് എന്താണ്? 1/2 ആണ്. ഓക്കെ, സൈൻ 30 തന്നെയാണ്. വെരി ഗുഡ്. തേജ ലക്ഷ്മിയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. തേജ ലക്ഷ്മിക്ക് ഒരു കയ്യടി. സൈൻ 30 ആണ്. സൈൻ 30 എന്ന് വെച്ചാൽ എന്താണ്? 5/6 ആണ്. അപ്പൊ നമുക്ക് 100% ഉറപ്പാണ് ഈ കിടക്കുന്നവൻ ആരായിരിക്കും? ഈ കിടക്കുന്നവൻ π/6 ആയിരിക്കും. ഈ കിടക്കുന്നവൻ. ഓക്കെ, എല്ലാവരും കമന്റ് വരുന്നുണ്ട്. 45 തെറ്റാണ്, 30 ഡിഗ്രി ആണ്, 45 തെറ്റാണ്. ഓക്കെ, അപ്പൊ 2π t/3 ഈ സാധനം എങ്കിൽ എന്തായിരിക്കണം? ഇത് എന്തായിരിക്കണം മക്കളെ? ഈ സാധനം π/6 എന്താണ്? 6 ആയിരിക്കണം. π/6. കാരണം π/6 അല്ലേ 30 ഡിഗ്രി എന്ന് പറയുന്നത്? π/6 അല്ലേടാ 30 ഡിഗ്രി? π/6 അല്ലേ 30 ഡിഗ്രി? എന്താ π എത്ര? 180/6 എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഹൈ, അപ്പൊ എന്ത് കിട്ടി? π/6. ഈ സാധനം എന്താണ്? π/6 ആണ്. ഈക്വൽ ടു എന്താണ്? 2π/3 into t. വെട്ടിക്കളയടാ. 2π കൂടെ വെട്ടിക്കളയടാ. 6 ഉം 3 കൂടെ വെട്ടിക്കളയടാ. എന്ത് കിട്ടി നമുക്ക് ഇവിടെ? 2 എന്ന് കിട്ടി. ഈ 2 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? 4 ആവും. അപ്പൊ t ഈക്വൽ ടു എന്ത് കിട്ടി? 1/4. എന്താ 1/4? എന്താ 1/4? 1/4 എന്ന് വെച്ചാൽ 0.25. എന്താണ് 1/4? 0.25 ആണ്. 0.25 ആണ് 1/4 എന്ന് പറയുന്നത്. അപ്പൊ ടൈം കിട്ടി എന്താണ്? 0.25. ഇപ്പൊ ഏത് ടൈമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്? ഏത് ടൈമാണ്? മീൻ പൊസിഷനിൽ നിന്നും അവന്റെ 2.5 വരെ എത്താൻ എടുക്കുന്ന സമയമാണ് നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടിയിരിക്കുന്നത്? 2.25 കിട്ടിയിരിക്കുന്നത്.
എങ്കിൽ പറ തിരിച്ചു വരാൻ എന്ത് ചെയ്താൽ മതി? 2 ടൈംസ് എടുത്താൽ മതി. അപ്പോൾ ടോട്ടൽ ടൈം t is equal to എന്തായിരിക്കും? ടോട്ടൽ ടൈം t is equal to എന്തായിരിക്കും? 2.25 into 2. ആൻസർ എത്ര കിട്ടും? 0.25 into 2 എന്ന് വെച്ചാൽ 0.5 സെക്കൻഡ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഒരു ബോഡി മീൻ പൊസിഷനിൽ നിന്നും 2.5 സെന്റിമീറ്റർ വരെ പോകാൻ എടുത്തിട്ട് അവിടെ തിരിച്ചു വരണം. അതായത് വാട്ട് ഈസ് ദ ടൈം റിക്വയർഡ് ടു പാർട്ടിക്കിൾ മൂവ് ബിറ്റ്വീൻ 2 points 2.5 സെന്റിമീറ്റർ ഓൺ എയ്തർ സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള സമയം കണ്ടുപിടിച്ച് എത്രയാണ്? 0.25. എങ്കിൽ തിരിച്ചു വരെ എത്ര തന്നെയായിരിക്കും? 0.25 തന്നെയായിരിക്കും. അപ്പൊ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്ര കിട്ടി മക്കളെ? 5 എന്ന് കിട്ടി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കടക്കാൻ പോകുന്നു. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ പെൻഡുലം ഹാസ് എ ബോബ് ഓഫ് മാസ് m. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മാസ്, ബോബിന്റെ മാസ് എന്താണ്? m ആണ്. ഫ്രം ദ സീലിംഗ് ഓഫ് എ ലിഫ്റ്റ്, ഒരു ലിഫ്റ്റിൽ തൂക്കിയിട്ടിരിക്കുന്നു. is lying at the ground floor of a multi-story building. Okay. ഇനി a question എന്താ പറഞ്ഞിരിക്കുന്നത്? Derive the period of oscillation of a pendulum when its lift is stationary. അപ്പൊ ലിഫ്റ്റ് സ്റ്റേഷനറി ആക്കി വെച്ചിരിക്കുകയാണ്. ലിഫ്റ്റ് അനങ്ങാതെ നിൽക്കുമ്പോൾ അതിന് ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഒന്നുമില്ല, ഈ ഒരു കേസ് ഒന്ന് ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ കണ്ണും പൂട്ടി പറഞ്ഞോ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ. t is equal to എന്താണ്? 2π റൂട്ട് L/G. ആ ഡെറിവേഷൻ അതുപോലെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അതാണ് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ആൻസർ എന്താണ്? t is equal to 2π റൂട്ട് L/G ആണ് ഒന്നാമത്തെ ആൻസർ. ടൈമിൽ അതായത് അത് ഡിറൈവ് ചെയ്യണം കേട്ടോ, അത് വേറെ കാര്യം ഡിറൈവ് ചെയ്യണം. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ ടെൻഷൻ ഓഫ് ദി സ്ട്രിംഗ് ഓഫ് ദി പെൻഡുലം വെൻ ദ അസെൻഡിങ് വിത്ത് ആൻ ആക്സിലറേഷൻ a. ഇത് എന്ത് ചെയ്യുന്നു? തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, വാട്ട് ഈസ് ദ ടെൻഷൻ ഓഫ് ദി സ്ട്രിംഗ് of the pendulum when it is ascending with an acceleration a എന്ന് പറയുന്ന ആക്സിലറേഷൻ അത് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? അവിടുത്തെ ടെൻഷൻ, അതിന്റെ ടെൻഷന് എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മളോട് എന്ത് ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ബി ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മൾ എ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ബി ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് ദ ടെൻഷൻ ഓഫ് ദി സ്ട്രിംഗ് the pendulum when it's ascending with an acceleration a. അപ്പൊ a എന്ന് പറയുന്ന ആക്സിലറേഷനിൽ നമ്മുടെ പെൻഡുലം എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് പോകുന്നു. മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ പെൻഡുലത്തിന്റെ ടെൻഷന് എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, മുകളിലോട്ട് പോകാൻ നേരത്ത് ഒരു ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് m ഇൻറ്റു എന്താവും? g+a ആവും. ഇതെവിടെ പഠിക്കുന്നതാണ്? ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നത്. ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ അവിടുത്തെ റിയാക്ഷൻ അല്ലെങ്കിൽ ടെൻഷൻ എന്ന് പറയുന്നത്, ആ ലിഫ്റ്റിനെ തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ ടെൻഷൻ എന്ന് പറയുന്നത് r is equal to എന്തായിരിക്കും? m ഇൻറ്റു g+a ആകും. അപ്പോൾ ടെൻഷൻ എന്താവും? ടെൻഷൻ ഇൻക്രീസ് ചെയ്യും. m ഇൻറ്റു എന്താണ്? g+a ആണ്. അപ്പോൾ ഒരു വസ്തുവിനെ നിങ്ങൾ തൂക്കിയിട്ടിട്ട് മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്? അവിടെ ടെൻഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത് ഈ ചാപ്റ്ററിലല്ല, ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ സംഗതിയാണ്. m ഇൻറ്റു എന്തായിരിക്കും കിട്ടുന്നത്? g+a ആണ്. അപ്പൊ ബിയുടെ ആൻസർ എന്താണ് കിട്ടുന്നത്? t is equal to tension is equal to tension is equal to m ഇൻറ്റു എന്താണ്? g+a ആണ്. ഇനി സി ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, അതാണ് നമുക്ക് വേണ്ടത്. ഈ സി ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ. What is the period of oscillation of the pendulum while the lift is ascending? ലിഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഓസിലേഷന്റെ ടൈം പീരീഡിന് എന്ത് സംഭവിക്കും? സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന് എന്താണ് സംഭവിക്കുന്നത്? മക്കളെ, ഇതാണ് നമുക്ക് വേണ്ടത്. ഈ സി ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. പിന്നെ എ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ എവിടെ വരുന്നതാണ്? ലോസ് ഓഫ് മോഷൻ വരുന്നതാണ്. അപ്പോൾ എന്താണ് സി സംഭവിക്കുന്നത്? അതിന്റെ പീരീഡിന് എന്ത് സംഭവിക്കും? ടൈം പീരീഡിന്റെ ഇക്വേഷനകത്ത് രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ്? ഒരു ലെങ്ത് ഓഫ് ദി പെൻഡുലവും അതുപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും. എടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുകളിലോട്ട് പോകുമ്പോൾ എം ജി എന്ന് പറയുന്ന സാധനം ഇപ്പൊ എന്തായിട്ട് മാറിക്കഴിഞ്ഞു? m ഇൻറ്റു g+a ആയി. ജിക്ക് പകരം അവിടെ ഇപ്പൊ എന്തായി? g+a ആയി. അപ്പൊ സ്വാഭാവികമായിട്ടും ജി മാറി. അവിടെ എന്ത് വരും? എന്ത് വരും? അവിടെ ജി മാറി എന്താവും? g+a ആകും. എന്താകും? g+a. അപ്പോൾ സി ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ. ടൈം പീരീഡ് എന്ത് സംഭവിക്കും? മുകളിലോട്ട് പോകുമ്പോൾ 2π റൂട്ട് ഓഫ് L ഇൻറ്റു L/G പ്ലസ് എന്താവും? a ആവും. മക്കളെ ശ്രദ്ധിക്കുക, ലെഫ്റ്റ് മുകളിലോട്ട് പോകുമ്പോൾ ടൈം പീരീഡ് എന്ത് ചെയ്യും? g+a അല്ലേ? അപ്പൊ ഡിനോമിനേറ്റർ കൂടിയാൽ ആൻസർ എന്ത് ചെയ്യും? കുറയും. ടൈം പീരീഡ് കുറയും. ടൈം പീരീഡ് ഇക്വേഷൻ m ഇൻറ്റു g+a ആകും. ഇനി ലിഫ്റ്റ് താഴോട്ടാണ് വരുന്നെങ്കിലോ ഇക്വേഷൻ എന്താവും? ടൈം പീരീഡ് t is equal to
2 pi root of L divided by എന്ത് വരും G minus A. ഓർക്കുക ലിഫ്റ്റ് മുകളിലോട്ടാണെങ്കിൽ G plus A ആകും, ലിഫ്റ്റ് താഴോട്ടാണെങ്കിൽ G minus A ആകും. ലിഫ്റ്റ് മുകളിലോട്ടാണെങ്കിൽ G plus A, ലിഫ്റ്റ് താഴോട്ടാണെങ്കിൽ എന്തായിരിക്കും G minus A ആയിരിക്കും. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെക്കൻഡ്സ് പെൻഡുലം? വാട്ട് ഈസ് സെക്കൻഡ്സ് പെൻഡുലം ചോദിക്കാൻ ഭയങ്കര സാധ്യതയുള്ള സാധനമാണ്. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? ഷോ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് 1 മീറ്റർ. ആ പെൻഡുലത്തിന്റെ ലെങ്ത് 1 മീറ്റർ ആണെന്ന് എന്ത് ചെയ്യുക? ഷോ ചെയ്യുക. അപ്പൊ എന്താണ് ഒരു സെക്കൻഡ്സ് പെൻഡുലം എന്ന് അറിയണം. എന്താണെന്നറിയാമോ ഒരു സെക്കൻഡ്സ് പെൻഡുലം? ഈ ഇരിക്കുന്ന ഏതെങ്കിലും വവ്വാൽ പിടിച്ച പിള്ളേർക്ക് അറിയാവോ എന്താണ് ഒരു സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്? മക്കളെ പേരിൽ തന്നെയുണ്ട്, സെക്കൻഡ്സ് പെൻഡുലം ആണ്. സെക്കൻഡ്സ് പെൻഡുലം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പെൻഡുലത്തിന്റെ ആ ഒരു പെൻഡുലം ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാനെടുക്കുന്ന സമയം ടൈം പീരീഡ് എത്ര ആയിരിക്കണം? 2 സെക്കൻഡ് ആയിരിക്കണം. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് ആണെങ്കിൽ എത്രയാണ്? 2 സെക്കൻഡ് ആണെങ്കിൽ അങ്ങനെയുള്ള പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? ഇതിനെ ടിക്ക് എന്നും പറയാറുണ്ട്. ഒരു ടിക്ക് എന്ന് വെച്ചാൽ 1 സെക്കൻഡ് ആണ്, 2 ടിക്ക് എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും? 2 സെക്കൻഡ് ആയിരിക്കും. അപ്പൊ ടിക്ക് ക്ലോക്ക് എന്നൊക്കെയാണ് എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ ഓർക്കുക, ആ ടിക്ക് ക്ലോക്കിനകത്ത് ഉപയോഗിക്കുന്ന പെൻഡുലം, നമുക്ക് പെൻഡുലം ക്ലോക്ക് കണ്ടുണ്ടോ? പെൻഡുലം ക്ലോക്ക് ഇതേപോലെ ഒരു സാധനം തൂക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ആട്ടി കളിക്കും. ഇതാണ് പെൻഡുലം ക്ലോക്ക് എന്ന് പറയുന്നത്. ഈ പെൻഡുലം ക്ലോക്കിനകത്ത് ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്യാൻ സമയമാണ് എത്ര സെക്കൻഡ്? 2 സെക്കൻഡ്. ഇങ്ങനെയുള്ള പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. ഓർക്കുക, നോട്ട് ചെയ്യുക, സെക്കൻഡ്സ് പെൻഡുലം. എന്താ സെക്കൻഡ്സ് പെൻഡുലം? ടൈം പീരീഡ് 2 സെക്കൻഡുള്ള പെൻഡുലത്തിനെ മക്കളെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡ്സ് പെൻഡുലം. ടൈം പീരീഡ് എത്ര ആയിരിക്കണം? 2 സെക്കൻഡ് ആയിരിക്കണം. 2 സെക്കൻഡ് ആയിരിക്കണം എങ്കിൽ അപ്പോൾ വാട്ട് ഈസ് സെക്കൻഡ്സ് പെൻഡുലം? ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ അങ്ങനെയുള്ള പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറയുന്നത്. എന്തെന്ന് വിളിക്കുന്നത്? സെക്കൻഡ്സ് പെൻഡുലം എന്ന് വിളിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഷോ ദാറ്റ് ദ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഈസ് 1 മീറ്റർ. ആ പെൻഡുലത്തിന്റെ എന്താണ് ലെങ്ത് 1 മീറ്റർ ആണെന്ന് എന്ത് ചെയ്യണം? തെളിയിക്കണം. ഓക്കെ, എങ്ങനെയാണ് തെളിയിക്കുന്നത്? വളരെ സിമ്പിൾ ആണ്. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്താണ്? അതാണ് നമുക്കറിയാം, T is equal to 2 pi root L by G. ഇതാണ് ടൈം പീരീഡ് ഇക്വേഷൻ. ടൈം പീരീഡ് അറിയാം. എത്ര ടൈം പീരീഡ്? 2 ആണ്. ഓക്കെ, ഇൻറ്റു എന്താ വരുന്നത് മക്കളെ? 2 ഇൻറ്റു പൈ ഇൻറ്റു റൂട്ട് L by G. G നമുക്കറിയാം 9.8 ആണ്. എടാ നിങ്ങൾ നോക്കിക്കേ, എല്ലല്ലേ കണ്ടുപിടിക്കേണ്ടത്? എടാ കണ്ണും പൂട്ടി സ്ക്വയർ ചെയ്യും. എല്ലാവരും കണ്ണും പൂട്ടി സ്ക്വയർ ചെയ്യും. അപ്പൊ എന്ത് വരും? ഇവിടെ 2 സ്ക്വയർ വരും. ഈ 2 എന്താവും? 4 ആവും. പൈ എന്താവും? പൈ സ്ക്വയർ ആവും. ഈ റൂട്ട് അങ്ങ് പോകും. റൂട്ട് കളയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്ത്? സ്ക്വയർ ചെയ്ത്. റൂട്ട് കളയാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? സ്ക്വയർ ചെയ്ത്. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റൂട്ട് പോയി അവിടെ എന്താവും? L ഡിവൈഡഡ് ബൈ 9.8 എന്ന് വരും. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L ആണ്. നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. മക്കളെ പറ, L എങ്ങനെ കണ്ടുപിടിക്കും? L is equal to ഓക്കെ, ഇവിടെ നമുക്ക് ഇയാളെ എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പൊ ഇവിടെ 1 മാത്രമാവും. പൈ സ്ക്വയർ നേരെ എവിടെ വരും? താഴെ വരും. പൈ സ്ക്വയർ നേരെ താഴെ വരും. 9.8 എവിടെ വരും? മുകളിൽ വരും. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെയാവും. ഇനി എന്താ പൈ? 3.14. ഓക്കെ, എന്താണ് പൈ എന്ന് പറയുന്നത്? പൈ എന്ന് വെച്ചാൽ 3.14 അതിന്റെ സ്ക്വയർ. 3.14ന്റെ സ്ക്വയർ 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. അപ്പൊ 3.14ന്റെ സ്ക്വയർ ഏകദേശം 9.8ന്റെ അടുത്തായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ലെങ്തിനെ എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം? 1 മീറ്റർ ആയിട്ട് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റ് ചെയ്യാം. നിങ്ങൾ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കിക്കോ. പൈയുടെ വാല്യൂ ഇട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? അടിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അപ്രോക്സിമേറ്റ്ലി 1 മീറ്റർ കിട്ടും. അപ്പോൾ ഓർക്കുക, എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? സെക്കൻഡ്സ് പെൻഡുലം ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡ് 2 സെക്കൻഡ് ആണെങ്കിൽ ആ പെൻഡുലത്തിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ്സ് പെൻഡുലം. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? 1 മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയില്ലേ? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ നാളെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എങ്ങനെയൊക്കെ ഉടായിപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ഉണ്ടോ ആ ഉടായ്പ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്ലൈ ചെയ്തിട്ടുണ്ട്. 4 ക്വസ്റ്റ്യൻ വരെ ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ ഹോട്ട് ക്വസ്റ്റ്യൻ ആയ 6 ക്വസ്റ്റ്യൻ ഇനിയുണ്ട്. ഉടായ്പ ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം ചോദിക്കാൻ സാധ്യത ഉള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇവിടെ എന്താണ്? വിൽക്കപ്പെടും. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. മാക്സിമം വീഡിയോ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ എന്റെ പവർ പഴയ ഒരു പവറിലോട്ട് ഞാൻ എന്ത് ചെയ്തുള്ളൂ? വരത്തുള്ളൂ. നമുക്ക് ശ്രദ്ധിച്ചേ, ക്വസ്റ്റ്യൻ പറഞ്ഞെങ്കിൽ എന്താണ്? The slope of LT square graph of a motion of simple pendulum. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ LT സ്ക്വയർ ഗ്രാഫ് എന്ന് വെച്ചാൽ L എന്ന് വെച്ചാൽ നമ്മുടെ ആ മറ്റേ L തന്നെ കേട്ടോ. ആ
ആ L തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എൽ ടി സ്ക്വയർ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എൽ ടി സ്ക്വയർ ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ നമുക്ക് എൽ ടി സ്ക്വയർ ഗ്രാഫ് എങ്ങനെ വരും നമുക്കറിയാവോ? ഇല്ല, പക്ഷേ നമുക്കറിയാം ടൈം പീരീഡും ലെങ്തും തമ്മിലുള്ള റിലേഷൻ. എന്താണ് ടൈം പീരീഡും ലെങ്തും തമ്മിലുള്ള റിലേഷൻ? എൽ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് L/G. മക്കളെ 2π ഒരു കോൺസ്റ്റന്റ് അല്ലേ, ജി ഒരു കോൺസ്റ്റന്റ് അല്ലേ, ജി 9.8 അല്ലേ, അപ്പോൾ 2πയും ജിയും ഒരു കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് L. ആ ജി കോൺസ്റ്റന്റ് 2πയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് പറയാം ടി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി റൂട്ട് ഓഫ് ലെങ്ത് ഓഫ് ദി പെൻഡുലം. അതായത് എല്ലാണ് നമ്മുടെ ക്യാപിറ്റലിൽ എടുത്തിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ക്യാപിറ്റലിലാണ്, നമ്മൾ സ്മോളിൽ എടുത്തുള്ളൂ, എന്നിട്ടാലും വിഷയമില്ല. ഓക്കെ, നമുക്ക് ടി സ്ക്വയർ അല്ല വേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടി? ഇവിടെ എൽ എന്ന് കിട്ടി. ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ എൽ ടി സ്ക്വയർ ഗ്രാഫ് നിങ്ങൾ നോക്കിയേ, ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ എൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ടി സ്ക്വയർ. ഈ ഗ്രാഫ് എന്താ കിട്ടുന്നത്? ഇത് പ്രൊപ്പോർഷണാലിറ്റി അല്ലേ? എല്ലും ടി സ്ക്വയറും നമ്മുടെ റിലേഷൻ ആണ്, പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പൊ എൽ ടി സ്ക്വയർ ഗ്രാഫ് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ലോപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ മക്കളെ, സ്ലോപ്പ് നോക്കിക്കേ. സ്ലോപ്പ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഒരു ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് y/x ആണ്. y/x എന്താണ്? y/x. മക്കളെ എന്താണ് ഇവിടെ y എന്ന് പറയുന്നത്? y എന്ന് വെച്ചാൽ എന്താണ്? L. x എന്താണ്? ടി സ്ക്വയർ. അപ്പൊ L/T സ്ക്വയർ ഈക്വേഷൻ കണ്ടുപിടിക്കുക. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്ന് മോഡിഫൈ ചെയ്യുവാണേ. ഇവിടെ നമുക്ക് ഇങ്ങനെ എടുത്തില്ലേ, ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π സ്ക്വയർ L/ എന്താണ്? ജി. നമുക്ക് വേണ്ടത് L/T സ്ക്വയർ ആണ്. അപ്പോൾ ഈ ടി സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ജിനെയും 4π സ്ക്വയറിനെയും താഴോട്ട് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? L/T സ്ക്വയർ. ഈ ടി സ്ക്വയർ താഴെ വന്നു, ഇസ് ഈക്വൽ ടു ജി മുകളിൽ പോയി, ജി ഡിവൈഡഡ് ബൈ 4π സ്ക്വയർ. നോക്കിയേ, L/T സ്ക്വയറിന്റെ വാല്യൂ എന്ത് കിട്ടി? G/4π സ്ക്വയർ. അപ്പൊ നമുക്ക് പറയാം L/T സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് G എന്താണ്? 4π സ്ക്വയർ ആണ്. ഇനി ഇവിടുന്ന് ഉണ്ടായ ക്വസ്റ്റ്യൻ വരും. ഈ LT സ്ക്വയർ ഗ്രാഫിന്റെ സ്ലോപ്പിംഗ് തരും. എന്താ? ഈ LT സ്ക്വയർ ഗ്രാഫിന്റെ സ്ലോപ്പിംഗ് നമുക്ക് തരും. എന്നിട്ട് നമ്മളോട് ചോദിക്കും, എന്താണെന്നറിയാമോ നമ്മളോട് ചോദിക്കുന്നത്? അവിടുത്തെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി തരും. എന്നിട്ട് ചോദിക്കും അവിടുത്തെ സ്ലോപ്പ് എന്താണെന്ന് ചോദിക്കും. നമുക്കറിയാം ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി എത്രയാണ്? 9.8 ആണ്. അപ്പൊ 9.8 വിട്ടു കൊടുക്കുമ്പോൾ നമുക്ക് ആ ഗ്രാഫിന്റെ എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്? സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ ആ രീതിയിൽ എന്ത് ചോദിച്ചാൽ നിങ്ങൾ എഴുതി നോക്കുക. അപ്പൊ ഇക്വേഷൻ ഇതാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് L/T സ്ക്വയർ ആണ്. അതെന്ന് പറയുന്നത് G/ എന്താണ്? 4π സ്ക്വയർ ആണ്. അപ്പൊ ഇതൊന്ന് ഓർക്കുക. ഇനി നമുക്ക് ടൈം പീരീഡ് തന്നു, സ്ലോപ്പും തന്നു. എന്നിട്ട് ചോദിക്കുവാണ് പെൻഡുലത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? ടൈം പീരീഡ് T തന്നു, പിന്നെ എന്ത് തന്നു? നമുക്ക് ലെങ്ത് തന്നു. എന്നിട്ട് നമ്മളോട് സ്ലോപ്പ് തന്നു. LT സ്ക്വയർ ഗ്രാഫിന്റെ സ്ലോപ്പ് തന്നു, ടൈം പീരീഡ് തന്നു. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നു എന്ത് കണ്ടുപിടിക്കുക? സിമ്പിൾ പെൻഡുലത്തിന്റെ ലെങ്ത് കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്? ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ലോപ്പിനെ ടി സ്ക്വയർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക. ഈ ഇക്വേഷൻ. അപ്പൊ L ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം സ്ലോപ്പ് ഓഫ് LT സ്ക്വയർ ഗ്രാഫ് ഇൻറ്റു എന്താ വരുന്നത്? ടി സ്ക്വയർ. ഇനി നേരെ തിരിച്ചും ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? നമുക്ക് ടൈം പീരീഡിന് പകരം ലെങ്ത് തരാം, എന്നിട്ട് ചോദിക്കാൻ ടൈം പീരീഡ് എന്താണ്? സ്ലോപ്പും തന്നു. എങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പട്ട എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? നാലാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? L/T സ്ക്വയർ ആണ്. L/T സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ നമുക്ക് കിട്ടിയത്? G/4π സ്ക്വയർ ആണ്. ഓക്കെ, ഇതാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനോട് പോകുന്നതിന് മുമ്പ് നമ്മൾ ആ ഗ്രാഫ് ഒന്ന് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഗ്രാഫ്. LT സ്ക്വയർ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുന്നത്. അവിടെ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് T സ്ക്വയർ ബൈ എന്തായിരിക്കും? L ആയിരിക്കും. നമുക്ക് എന്താ കിട്ടുന്നത്? T സ്ക്വയർ ബൈ ഇവിടെ നേരെ തിരിച്ചിട്ടിരിക്കുന്നത് നമ്മൾ LT സ്ക്വയർ ഗ്രാഫ് വരച്ചിരിക്കുന്നത്, ഇവർ വരച്ചിരിക്കുന്നത് T സ്ക്വയർ ഗ്രാഫ് ആണ്. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എഴുതിയ ശരി, ഇവർ വരച്ചിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഇതാ ശരി. നമുക്ക് LT സ്ക്വയർ ഗ്രാഫ് ഇവിടെ അവർ ടൈം പീരീഡിനെ എന്തായിട്ട് എടുത്തിരിക്കുന്നു? Y ആക്സിൽ എടുത്തിരിക്കുന്നു, നമ്മൾ അതിനെ X ആക്സിൽ എടുത്തിരിക്കുന്നു. അതാണ് നേരെ തിരിഞ്ഞു വന്നിരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ.
ഇൻ എ സിമ്പിൾ പെൻഡുലം മേഡ് ഓഫ് മെറ്റാലിക് വയർ. ഒരു സിമ്പിൾ പെൻഡുലത്തിനെ ഒരു മെറ്റാലിക് വയർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സിമ്പിൾ പെൻഡുലത്തിനെ മക്കളെ എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു മെറ്റാലിക് വയർ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. മക്കളെ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. മാക്സിമം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവിടെ കാണുന്ന ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് വരാനൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം സഫലമാകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു ബലം എന്ന് പറയുന്നത്. മാക്സിമം എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്ത് സഹകരിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സിമ്പിൾ പെൻഡുലം മേഡ് ഓഫ് എ മെറ്റാലിക് വയർ. ഒരു സിമ്പിൾ പെൻഡുലത്തിനെ ഒരു മെറ്റാലിക് വയർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സിമ്പിൾ പെൻഡുലം അതിന് ഉണ്ടാക്കിയിരിക്കുന്ന വയർ എന്താണ്? ഒരു മെറ്റാലിക് വയർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്താണ്? ഇതൊരു മെറ്റാലിക് വയറാണ്. ഇതൊരു മെറ്റാലിക് വയറാണ്. ഈ മെറ്റാലിക് വയർ വെച്ചാണ് നമ്മൾ ഈ സിമ്പിൾ പെൻഡുലത്തിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ പീരീഡ് വെൻ ദ ടെമ്പറേച്ചർ ഇൻക്രീസ്? ടെമ്പറേച്ചർ കൂട്ടി. എന്ത് കൂട്ടി? ആരെ കൂട്ടി? ടെമ്പറേച്ചർ കൂട്ടി. ടെമ്പറേച്ചർ കൂട്ടിയാൽ പീരീഡിന് എന്ത് സംഭവിക്കണം? ക്വസ്റ്റ്യൻ കണ്ടോ? കണക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എടാ, നമ്മുടെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയക്കകത്ത് ഒരു സംഗതി പറയുന്നുണ്ട്, തെർമൽ എക്സ്പാൻഷൻ. എന്തോ തെർമൽ എക്സ്പാൻഷൻ. നമ്മൾക്കറിയാം തെർമൽ എക്സ്പാൻഷൻ. എന്താ തെർമൽ എക്സ്പാൻഷൻ? ചൂട് കൊടുക്കുമ്പോൾ വസ്തുക്കളുടെ നീളം കൂടും, ഏരിയ കൂടും, വോളിയം കൂടും. നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ തെർമൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്കറിയാം ഇത് മെറ്റാലിക് വയർ ആണ്. ഇത് മെറ്റാലിക് വയർ ആയതുകൊണ്ട് ടെമ്പറേച്ചർ കൂടിയാൽ ലെങ്ത് കൂടും. ലെങ്ത് കൂടിയാൽ വാട്ട് വിൽ ഹാപ്പൻ? ദ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. യെസ്, ടൈം പീരീഡ് എന്ത് സംഭവിക്കും? ലെങ്ത് കൂടി. ടി ഈസ് ഈക്വൽ ടു, ഉത്തരം പോന്നു. അസ്ലം ആൻസർ പറഞ്ഞിരിക്കുന്നു. ടി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? 2π റൂട്ട് L/G ആണ് ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതാ ലെങ്ത് കൂടി. വെൻ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? ലെങ്ത് കൂടും. ലെങ്ത് കൂടിയാൽ T ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് T ആണ്. ലെങ്ത് കൂടിയാൽ ആരും കൂടും? നമ്മുടെ ടൈം പീരീഡും എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഇത് ടെമ്പറേച്ചർ ആണ്. ഇതെന്താണ്? ടൈം പീരീഡും ഇൻക്രീസ് ചെയ്യും. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. മാക്സിമം ഈ കണ്ടിരിക്കുന്ന കുട്ടികൾ 10 പേരുണ്ടെങ്കിൽ 10 പേര്, 5 പേരുണ്ടെങ്കിൽ 5 പേര്, ഞാൻ അവസാനം വരെ നിൽക്കുന്നതാണ്. പക്ഷെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് വിശ്വസിക്കുന്നു. മാക്സിമം കുട്ടികളോട് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്താൽ ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു ചാപ്റ്റർ ഉണ്ട്, ഒരു കിണ്ണം കാച്ചി ഒരു വെടിക്കെട്ട് ചാപ്റ്റർ ഉണ്ട്. ഏതാ ചാപ്റ്റർ? സംഭവം അവനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തു. ഭീഷണിയൊന്നുമല്ല, ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഒരു പവർ വരും. പവർ വന്നാൽ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഷെയർ ചെയ്യാനുള്ള ഒരു നല്ല മനസ്സ്, നിങ്ങൾ പൊക്കി പറയുക. ആ ഒരു മനസ്സാണ് എനിക്കിവിടെ കാണേണ്ടത്. മാക്സിമം 14 പേരുണ്ട്. ഈ 14 പേരിൽ ഒരു 10 പേരെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്ത് നിൽക്കുന്ന എനിക്ക് ഉറപ്പാണ്. ഈ 10 പേരുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ആൻസറായി. ആറാമത്തെ ക്വസ്റ്റിലോട്ട് നമ്മൾ പോകുന്നു. അയ്യോ, ആൻസറും ഇവിടെ താഴെ കിടപ്പുണ്ടല്ലേ. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, ആൻസർ നമുക്ക് നോക്കണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ മാത്രം എന്ത് ചെയ്യാം? അങ്ങോട്ടേക്ക് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ് ഓഫ് ദി മൂൺ ഈസ്. എടാ, മൂണിന്റെ ആക്സിലറേഷൻ കയ്യിൽ പോയി. എന്താണ് മൂണിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? gm തന്നിട്ടുണ്ട്. എന്താ? 1.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്തുവാ? 1.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ gm തന്നിട്ടുണ്ട്. 1.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്ത്? മൂണിന്റെ ആക്സിലറേഷൻ. വേവ്സിന് പവർ വരണമെങ്കിൽ ഗോപു ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ gm is equal to എന്താണ്? 1.7 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? gmന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. gm മൂണിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് 1.7 എന്ന് പറയുന്നത്. ഇനി വാട്ട് is the time period of simple pendulum on the moon? മൂണിന്റെ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കണ്ടുപിടിക്കണം. എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? ദ ടൈം പീരീഡ് ഓഫ് ദി എർത്തിലെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3.5. എങ്കിൽ എവിടുത്തെ കണ്ടുപിടിക്കണം? സാറേ താഴെ കിടപ്പുണ്ടെന്നല്ലേ. താഴെ കിടക്കുന്നത് നിങ്ങൾക്കുള്ള അല്ല,
അത് കിട്ടുന്ന ആൻസർ കാൽക്കുലേഷൻ ചെയ്യാൻ കാൽക്കുലേറ്റർ എടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പ് കാണിച്ചു വെച്ചാണ്. പക്ഷെ അത് ഇപ്പോൾ തെളിഞ്ഞു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അനിമേഷൻ ചെയ്യാൻ വിട്ടുപോയതാണ്. ഓക്കെ, ആരോടും പറയണ്ട. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ കണ്ടിട്ടില്ല, മായ്ച്ചു വെച്ചു, താഴെ കൈ വെച്ച് ഇങ്ങനെ മായ്ച്ചു വെച്ചു. നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, ചെയ്യാൻ ശ്രമിക്കുക. ആൻസർ വേണമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ട് തരുക. ഓക്കെ, അപ്പൊ നോക്കിയേ, എർത്തിന്റെ ടൈം പീരീഡ് എന്താണ്? 3.5. എർത്തിൻ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് 3.5 ആണ്. നമുക്ക് എർത്തിന്റെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി അറിയാലോ, എത്രയാണ് മക്കളെ? 9.8 ആണ്. ഇത്രയും ഡേറ്റ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവർ സ്റ്റാറ്റസ് ഉണ്ട്. വെരി ഗുഡ് ഗെയിമിംഗ്, വെരി ഗുഡ്. ഓക്കെ, നല്ല കുട്ടികളാണ്. നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടും. ചുമ്മാതാണ്, നിങ്ങൾ ഷെയർ ചെയ്താൽ ഇല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടും. നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, പക്ഷേ എനിക്കറിയാം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ അല്ലേ? ഇവിടെ നോക്കടാ, ഇങ്ങോട്ട് എന്തോ ഞാൻ ഈ പറഞ്ഞോണ്ടിരുന്ന ടൈം പീരീഡ് ഇൻഡിക്കേഷൻ എന്താണ്? ടൈം പീരീഡ് ഇൻഡിക്കേഷൻ T is equal to 2π റൂട്ട് എന്താണ്? L/G ആണ്. ടൈം ഈസ് ഈക്വൽ ടു T is, ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെയിം പെൻഡിലാണ് അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത്. രണ്ടിടത്തും വെച്ചിരിക്കുന്നത് എന്താണ്? സെയിം പെൻഡിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ വളരെ വ്യക്തമാണ്. 2π കോൺസ്റ്റന്റ്, L കോൺസ്റ്റന്റ്, പിന്നെ G മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇക്വേഷൻ എങ്ങനെ? ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/√G എന്ന് എഴുതിക്കൂടെ? ടൈം പീരീഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു എന്താണ്? 1/√G എന്ന് എഴുതിക്കൂടെ? കാരണം അവിടെ ലെങ്ത് മാറുന്നില്ല, 2π കോൺസ്റ്റന്റ് ആണ്. എങ്കിൽ ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗോപു. വെരി ഗുഡ്. നോ ഫിയർ, ഒരു ഫിയറും ഇല്ല. ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. T is equal എന്താണ്? 2π√L/G ക്കകത്ത് 2π കോൺസ്റ്റന്റ്, L കോൺസ്റ്റന്റ്, then time period is inversely proportional to G. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ആണ് G എന്ന് പറയുന്നത്. മക്കളെ ശ്രദ്ധിച്ചേ. എങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ? Tm is proportional to 1/√Gm. അതുപോലെ തന്നെ TE is proportional to 1/√GE. രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത ആൻസർ ആരോടും പറയണ്ട. ഈ ഒരു പാട്ടുണ്ടല്ലോ, ആ ഒരു പാട്ട് തന്നെ ആരോടും പറയണ്ട. രണ്ടും കൂടെ നൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആൻസർ കിട്ടും. ഒന്ന് ഡിവൈഡ് ചെയ്ത ഇൻഡിക്കേഷൻ Tm divided by TE is equal to root GM താഴെയാണ്. GE താഴെ കിടക്കുന്നത് ചാടി ഇവിടെ വരും. റെസിപ്രോക്കലോട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ GE ചാടി മുകളിൽ വരും. ഇത് ഫണ്ടമെന്റൽ മാത്തമാറ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. 1/x ഡിനോമിനേറ്ററിലാണ് കിടക്കുന്നതെങ്കിൽ ആ x ചാടി മുകളിൽ കയറും. അതുകൊണ്ട് 1/√GE GE ചാടി മുകളിൽ കയറി, √GM താഴെ തന്നെയുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അത് പറയണ്ട എന്ന് വിശ്വസിക്കുന്നു. പറയണോ? പറയണ്ട എന്ന് പറഞ്ഞാൽ കൊള്ളാം. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് TM കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, TM is equal to TE റൂട്ട് എന്താണ്? GE by എന്താണ്? GM ആണ്. എല്ലാവരും ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്. കുത്തി കണ്ടുപിടിച്ചാൽ മതി ആൻസർ. എന്താണ് TE? 3.5. റൂട്ട് എന്താണ്? GE 9.8. എന്താണ് GM 1.7. ഓക്കെ, നിങ്ങൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 8.4 സെക്കൻഡ് ആണ്. 8.4 സെക്കൻഡ്. കാൽക്കുലേറ്റർ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ അടിച്ചു നോക്കുക. കിട്ടുന്ന ആൻസർ 8.4 ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറയുക, സാറേ 8.4 സെക്കൻഡ് ശരിയാണ്. ആരെങ്കിലും ഒന്ന് പറയാവോ? ഗോപികയും ഗെയിമിങ്ങും മാത്രമേ ഉള്ളൂ. പിന്നെ അമൃതയും ഉണ്ട്. പിന്നെ സൂര്യനാരായണൻ ഇടയ്ക്കിങ്ങനെ വന്ന് വേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. വേറെ ആരും ഇല്ലയുടെ ഇതിനകത്ത്. ഓയ് കുഞ്ഞുങ്ങളെ, ഉറങ്ങുവാണോ? ഇനികൂടെ. ഓക്കെ കുഞ്ഞുങ്ങളെ, ഒന്ന് വരട്ടെ, ചാറ്റ് ബോക്സിൽ വരട്ടെ. ചാറ്റ് ബോക്സിൽ ഒന്ന് ചാറ്റിക്ക്. പെട്ടെന്ന് അടുത്ത ക്വസ്റ്റിലോട്ട് പോകണം. പെട്ടെന്നാട്ടെ. നിങ്ങളുടെ റെസ്പോൺസ് വരട്ടെ. നിങ്ങൾ ഉറങ്ങുവാണോ? എനിക്ക് ഉറക്കം വരുന്നത് അതുകൊണ്ടാണ് ചോദിച്ചത്. നിങ്ങൾ ഉറങ്ങുവാണെങ്കിൽ ഞാൻ ഉറങ്ങും ഉള്ള കാര്യം പറയുന്നത്. ബാക്കി ക്വസ്റ്റിനൊക്കെ ഞാൻ എടുത്ത് കളയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേവ്സിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഇത് വേണം. കാരണം വേവ്സിൽ നമുക്ക് തന്നിരിക്കുന്ന എന്ന് പറയുന്നത് 2 ടോപ്പിക്കാണ്. അവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലമായിട്ട് ചോദിക്കുന്നത് ആ സ്പീഡ് വെച്ചുള്ള പ്രോബ്ലം ചോദിക്കാൻ ഭയങ്കര സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, കാരണം അത് നമുക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലാത്ത സാധനമായിരുന്നു. പക്ഷേ ഫോക്കസ് പോയിന്റ് അത് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ പ്രോബ്ലം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കട്ടെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പോരട്ടെ. അപ്പോൾ എല്ലാവരും ഉണ്ട്. സുരഭിയുണ്ട്, മാർവ ആണെന്ന് തോന്നുന്നു. മാർവയുണ്ട്, തേജലക്ഷ്മിയുണ്ട്, പിന്നെ ആരുണ്ട്? ഗെയിമിങ് പണ്ട് മുതലേ ഉള്ള ആൾ തന്നെയാണ്. ഗോപികയുണ്ട്, എല്ലാവരും ഉണ്ട്. ഓക്കെ, പിന്നെ ഒരാളെ ഞാൻ വിട്ടുപോയല്ലോ. ആരാണ്? അർജുൻ ബിജു. ഓക്കെ, അർജുൻ ബിജു ഉണ്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം മക്കളെ. 7ാമത്തെ ക്വസ്റ്റ്യൻ.
ഏഴാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ ഗേൾ ഈസ് സ്വിങ്ങിങ് ഇൻ എ സ്വിങ്ങിങ്. ഒരു ഗേൾ ഇങ്ങനെ സ്വിങ്ങിൽ ഇങ്ങനെ സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറ്റിംഗ് പൊസിഷൻ വിത്ത് എ പീരീഡ് ടി. വാട്ട് വിൽ ഹാപ്പൻ ടു ദി പീരീഡ് ഇഫ് ദ സ്റ്റാർട്ട് സ്വിങ്ങിങ് ഇൻ എ സ്റ്റാൻഡിംഗ് പൊസിഷൻ? ആഹാ, മനോഹരമായ ക്വസ്റ്റ്യൻ. എടോ, ഒരു പെൺകുട്ടി, ഒരു ഗേള്, ആ ഗേള് സ്വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ കിടന്നാണ് ആടുന്നത്? ഒരു ഊഞ്ഞാലിൽ കിടന്നാടുകയാണ്. അവൻ ആടിക്കോട്ടെ, അവൾ ആടിക്കോട്ടെ, പാവം കുഞ്ഞ്. അവന്റെ ആ വൃത്തികെട്ടവൾ എന്താ ചെയ്യുന്നറിയാവോ? അവൻ ഇരിക്കുമായിരുന്നു. നമുക്ക് പെട്ടെന്ന് അങ്ങ് നിൽക്കണമെന്ന് തോന്നി. നമ്മളും പണ്ട് ഊഞ്ഞാലാടിയപ്പോൾ നിന്നിട്ടുണ്ടല്ലേ? അപ്പൊ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഞാൻ നിന്നിട്ടുണ്ട്, നിങ്ങൾ നിന്നിട്ടുണ്ടോ? ഊഞ്ഞാലാടാൻ നേരത്ത് സ്റ്റാൻഡ് ചെയ്ത് നിന്നിട്ടുണ്ടോ? അല്ല, ഞാൻ നിന്നിട്ടുണ്ട്. എനിക്കിങ്ങനെ നിന്നാടുമ്പോൾ നല്ല രസമാണ്. അപ്പൊ ഈ കുട്ടി എന്തെന്നറിയാവോ? ഇരുന്നാടിയുടെ ഒരു സുഖം തോന്നിയില്ല. വേണ്ടതങ്ങ് നിന്ന് മരത്തടിച്ച് വീണാൽ ചത്തുപോകും കേട്ടോ, നല്ല ആട്ടമാണെങ്കിൽ. അപ്പൊ അത് നിന്നാടുവാണ്. എടേ, നിന്നാടാൻ നേരത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നു ടൈം പീരീഡ് എന്ത് സംഭവിക്കും? ഏതോ കണ്ടടത്ത് നടക്കുന്ന കേള് വന്ന് ഊഞ്ഞാലിൽ കിടന്ന് ആടിയിട്ട് നമ്മളോട് ചോദിക്കുവാണ് എന്ത് സംഭവിക്കും? എന്തോന്നാടേ, ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻ എടുത്തോളൂ. ഇതൊക്കെ ആപ്ലിക്കേഷനാണ്. ഇനി നിങ്ങൾ എക്സാമിന് മുമ്പ് ഇതൊക്കെ ചെയ്തിട്ട് പോവാ. എന്ത് ചെയ്തിട്ട് പോവാ? ഒരു ഊഞ്ഞാൽ എടുക്കുക. അച്ഛ അല്ലെ അമ്മ, ഒരു ഊഞ്ഞാൽ കെട്ടിക്കോ, ഞാൻ ഫിസിക്സിന്റെ എക്സാമിന് പോവാണ്. പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടി ആടി നോക്കണം. ആടി നോക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് കിട്ടും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആൻസർ ഒക്കെ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞ് എഴുതി വെക്കരുത് കേട്ടോ. എന്താ കാരണം? ഇതുപോലൊരു കഥ, അതായത് നീന്താൻ പോയ കഥയുണ്ട്. നമ്മുടെ വെക്ടർ അഡീഷനൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ആറ്റിൽ നീന്താൻ പോയി. പുള്ളിക്കാരന് നീന്താൻ അറിയത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ ആ ആറിന്റെ വെള്ളം പോകുന്ന വെലോസിറ്റി നോക്കി, 5 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ഇത്ര വെലോസിറ്റിയിൽ ഒരു തീറ്റ 30 ഡിഗ്രി നീന്തി കഴിഞ്ഞാൽ കറക്റ്റ് എനിക്ക് ആ കരയിലെത്താൻ പറ്റും. ഇറങ്ങി ചാടിക്കഴിഞ്ഞാണ് അവൻ അറിഞ്ഞത് അവന് നീന്താൻ അറിയത്തില്ലെന്ന്. അപ്പോൾ ഫിസിക്സിന്റെ പ്രാക്ടിക്കൽ ചെയ്യുന്നതൊക്കെ കൊള്ളാം. എന്ത് വേണം? നല്ല പ്രാക്ടീസ് വേണം. അല്ല ചുമ്മാ അത് അറിയാത്തടത്ത് പോയിട്ട് മുങ്ങിച്ചത്തട്ട് സാറ് പറഞ്ഞ് ചത്തു പോയത് പോയിട്ട് കാര്യം വല്ലോണ്ട്? ഒരു കാര്യമില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് ഏതാണ്ട് ക്വസ്റ്റ്യൻ വരാം. കുട്ടി നിന്നാൽ എന്താണ് അവിടെ ടൈം പീരീഡ്? ഓക്കെ, അമൽ ജീവിതത്തിൽ എന്ന് മാങ്ങാത്തൊലിയല്ല. ഇപ്പം നമ്മൾ ഈ കാണുന്ന പല ശാസ്ത്രത്തിന്റെ പല കാര്യങ്ങളും നമ്മുടെ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു ഫണ്ടമെന്റലായിട്ട് നിങ്ങൾ കാര്യം പഠിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കേണ്ട ഒരു ഘട്ടമാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും സയൻസിലെ എല്ലാ സബ്ജക്റ്റും പഠിക്കും. നിങ്ങൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല നിങ്ങളിപ്പോൾ +1 പഠിച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ ആഴത്തിലൂടെ നമ്മൾ സയൻസിനെ അറിയാൻ പോവാണ്. അപ്പം നിങ്ങൾ ഈ കുറച്ചുകൂടെ ആഴത്തിലോട്ട് അറിയാൻ നേരത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ബയോളജി ആയിരിക്കാം കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ കെമിസ്ട്രി ആയിരിക്കാം നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു പാത്തിലോട്ട് ഡീവിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം എന്താണ്? എനിക്ക് ഫിസിക്സ് ഇപ്പം 10-100 പിള്ളേർ വെച്ചിട്ട് നിനക്ക് ഫിസിക്സ് ആണോ ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ +1 പഠിച്ചിട്ടുണ്ടപ്പോൾ ബയോളജി ആയിരുന്നു ഇഷ്ടം. +2 എത്തിയപ്പോൾ, ഹയർ സെക്കൻഡറിൽ എത്തിയപ്പോഴാണ് കറണ്ട് ഇലക്ട്രിസിറ്റിയും ഇലക്ട്രോണിക്സും ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് കൂടുതൽ ഫിസിക്സ് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വഴിത്തിരിവ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ സെക്കൻഡറി ആണ്. ഓക്കെ, വിഷ്ണുവെ പൊളി ക്ലാസ് ആണ് സാർ, എല്ലാം കൊള്ളാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു പവർ അങ്ങോട്ട് വരുന്നില്ല. നിങ്ങളുടെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ, നിങ്ങളുടെ ആ ഒരു ലൈക്ക്, ഷെയർ, ഇതൊക്കെ അങ്ങോട്ട് വരട്ടാണ്. അതെങ്കിലല്ലേ നമുക്ക് ചീറി പായാൻ പറ്റത്തുള്ളൂ. കണ്ട ഊച്ചാളികൾ ക്ലാസ് എടുക്കാൻ നേരത്ത് നിങ്ങൾ പോയി അവിടെ 100-200 വ്യൂസ് കൊടുക്കത്തില്ലേ? ഒരു വ്യൂസ് ഇങ്ങോട്ട് വരട്ടെ. ഷെയർ ചെയ്യണേ, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ആദ്യമായിട്ടാണ് കയറിയത്. വിഷ്ണുവെ, നമുക്ക് ഇനിയും കാണാം. വരും ദിവസങ്ങളിൽ മാക്സിമം ഞാൻ നിങ്ങളോട് എത്തുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ പറഞ്ഞതുപോലെ ഷെയർ. കണ്ടോ, 19 പേര് മാത്രമാണ് ക്ലാസ്സിലിരിക്കുന്നത്. പക്ഷെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഒരു ആത്മാർത്ഥയാണ്. കാരണം ഇതിൽ നിന്നൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തില്ല. ഒരു 10, 1K, 2K, 3K വ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാം. ഈ വെറും 22 പേര്. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ 22 പേര് നാളെ 100 ആവും. 100 പിന്നെ എന്താവും? 1K ആകുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. എൻ്റെ ആത്മാർത്ഥമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഞാൻ അർപ്പിച്ചു തരുന്നു. നിങ്ങളാണ് ഇത് എന്ത് ചെയ്യേണ്ടത്? കൂട്ടേണ്ടത്. ഞാൻ കത്തിയടി സമയം കളയുന്നില്ല, ക്വസ്റ്റ്യനോട്ട് വരാം. അപ്പോൾ ഒരു കുട്ടി ഊഞ്ഞാലിരുന്നു കൊണ്ട് ആടുകയാണ്. ആദ്യം ആ കുട്ടി ഇരുന്നു കൊണ്ടാടുന്നു. നൈസായിട്ട് ഇരുന്നു കൊണ്ടാടുന്നു. ഓക്കെ, ആടുന്നു. അപ്പൊ ഈ കുട്ടിയുടെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ ലെങ്ത്, ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യത്തില്ലേ? ഒരു പെൻഡുലത്തിന്റെ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നത് പെൻഡുലം ഹാങ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്നും ആ ബോഡിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് വരെയാണ് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. ഇതിനാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത്. അല്ലാതെ ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ
ഒരു സ്ട്രിങ് ഉണ്ട്. ഈ സ്ട്രിങ്ങിന്റെ മാത്രമല്ല ലെങ്ത് പറയുന്നത്, അത് തെറ്റാണ്. ഈ നമ്മൾ ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുന്നത് നമ്മൾ തൂക്കിയിട്ടിരിക്കുന്ന ആ തൂക്കിയിട്ട പോയിന്റിൽ നിന്നും ദ പോയിന്റ് ഓഫ് തൂക്കൽ ഫ്രം എവിടുന്നാണ് അവിടെ മുതൽ എവിടെ വരെ വരും, സെന്റർ ഓഫ് ദി മാസ് ഓഫ് ദി ബോഡി, ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസ് വരെയാണ് വരുന്നത്. ഹാങ് ചെയ്തിരിക്കുന്ന പോയിന്റിൽ നിന്നും സെന്റർ ഓഫ് മാസ് വരെയുള്ള പോയിന്റിലെ അതാണെന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദിസ് പെൻഡുലം. എന്താ പെൻഡുലമാണ്? സിമ്പിൾ പെൻഡുലം. അടാ ഇവൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഇവനിങ്ങനെ ആടിക്കോട്ടെ, നൈസായിട്ട് ആടിക്കോട്ടെ. അപ്പൊ ഇവന്റെ ലെങ്ത് ഓഫ് ദി പെൻഡുലം ഇത് കറക്റ്റ് ഇവിടെ വരും, ഏകദേശം മാസ് ഇത് ഈ ഒരു കുട്ടീനെ ബോബായിട്ട് സങ്കല്പിക്കുക. അപ്പൊ കുട്ടി ഇരിക്കുമ്പോൾ ആ കുട്ടിയുടെ സെൻട്രൽ മാസ് ഇവിടെ വരും. ഈ വവ്വാല് പിടിച്ച് പെണ്ണുമ്പോൾ എന്ത് ചെയ്തു? എണീറ്റ് ചെയ്തു. ഇവൾ എണീറ്റ് ഇരുന്ന് സംഭവിക്കും, ഇവളങ്ങ് എണീറ്റ് നിൽക്കുകയാണ്. ഓക്കെ, ആരെങ്കിലും പറയുന്നത് നീളം ഇരുന്നപ്പോൾ നീളം കുറവായിരുന്നു, നിന്നപ്പോൾ നീളം കൂടിയൊന്നും പറയരുതേ. ഇവൻ എണീറ്റ് നിന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താണ് സംഭവിക്കുന്നത്? ഇവൻ എണീറ്റ് നിന്നാൽ, ഈ വവ്വാല് പിടിച്ച പെൺകുട്ടി എണീറ്റ് നിന്നാൽ എന്ത് സംഭവിക്കും? നേരെ ഇവന്റെ സെന്റർ ഓഫ് മാസ് എവിടെ വരും? ഏകദേശം ഇവിടെ വരും. നമ്മുടെ സെന്റർ മാസ് ഏകദേശം ഇരിക്കുന്നത് നമ്മുടെ വയറിന്റെ കുറച്ച് മുകളിലൊക്കെ ആയിട്ടായിരിക്കും നമ്മുടെ സെന്റർ മാസ് ഏകദേശം ഇരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വലിയ കമ്പ് ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ അതിനകത്ത് കിടന്നിട്ട് കറക്റ്റ് നിങ്ങൾ ബാലൻസ് ചെയ്യത്തില്ലേ? ഈ പേരെ നമ്മളിങ്ങനെ കറക്റ്റ് ബാലൻസിങ് പോയിന്റ് വെക്കത്തില്ലേ? കണ്ടോ, പേന നമ്മളിങ്ങനെ ബാലൻസിങ് പോയിന്റ് വെക്കുന്നു. ഇരിക്കടാ, കഷ്ടമല്ലേ എനിക്ക്. കാണിച്ചു. അപ്പൊ ഇത് ബാലൻസിങ് പോയിന്റ് ഇരിക്കുന്നുണ്ടോ? ഇതിനാണ് നമ്മൾ ഇവിടെ ആണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പൊ നിങ്ങളുടെ വയറിന്റെ ആ ഒരു പൊസിഷനൊക്കെ ആയിട്ടായിരിക്കും നിങ്ങളുടെ എന്ത് വരുന്നത്? സെന്റർ ഓഫ് മാസ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടി അവിടെ ഇരിക്കുമ്പോൾ സെന്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? നമ്മുടെ ആ താഴെ ആയിരിക്കും. പക്ഷെ പൊങ്ങിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സെന്റർ ഓഫ് മാസ് പൊങ്ങും. കാരണം ആ കുട്ടി പൊങ്ങിയപ്പോൾ ആ കുട്ടിയുടെ സെന്റർ മാസ് എന്ത് ചെയ്തു? മുകളിലോട്ട് ഉയർന്നില്ലേ? അപ്പോൾ ആ കുട്ടിയാണ് അവിടെ ബോബ് അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ മിക്കപ്പോഴും ചോദിക്കുന്നതാണ്. ഇത് മിക്കപ്പോഴും പോർട്ടിന്റെ കേസിലും മറ്റൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ലെങ്തിന് എന്ത് സംഭവിച്ചു? ലെങ്ത് കുറഞ്ഞു. ലെങ്ത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലെങ്ത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പറ. ലെങ്ത് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ലെങ്ത് കുറഞ്ഞാൽ ടൈം പീരിയഡ് ഇക്വേഷൻ 2t is equal to 2 pi √L/g is proportional to √L. ലെങ്ത് കുറഞ്ഞു, ടൈം പീരീഡ് കുറഞ്ഞു. ലെങ്ത് കുറഞ്ഞാൽ ടൈം പീരീഡ് കുറയും. ഓക്കെ, കെമിസ്ട്രി സീനാണ്. ഞാൻ കെമിസ്ട്രി സാറോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. സാറ് സത്യം പറഞ്ഞാൽ ഈ 19 വീക്ക് ഔട്ടൊക്കെ കണ്ടിട്ട് സാർ ഇവിടെ ഒന്നും ക്ലാസ് കൊടുക്കുന്നൊന്നുമില്ല. സാർ എന്നോട് ചോദിക്കും ഈ 19 പേരെ പഠിപ്പിക്കാനാണ് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം ഞങ്ങളുടെ കുട്ടികൾ പവറാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യണം? വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു എനർജി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. 8ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ്? നിങ്ങൾ തന്നെ പറ, ഏത് ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? പീരിയോഡിക് മോഷൻ ഈസ് ആൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു പീരിയോഡിക്, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ബി എന്താണ്? പീരിയോഡിക് മോഷൻ ഈസ് നോട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ. പീരിയോഡിക് മോഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. സി ക്വസ്റ്റ്യൻ എന്താണ്? എ സിമ്പിൾ ഹാർമോണിക് മോഷൻ ഈസ് എ നോട്ട് എ പീരിയോഡിക് മോഷൻ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്തല്ല? ഒരു പീരിയോഡിക് മോഷൻ അല്ല. എ പീരിയോഡിക് മോഷൻ മേ ബി ആൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ അജ്മൽ, ഞാൻ വേറെ ലെവലാണ്. നീ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ, നോക്കാം നമുക്ക് ശരിയാണോ എന്ന്. അജ്മൽ ആൻസർ പറയൂ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ABCDEFG? പെട്ടെന്ന്. എന്താണ് 8ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ? 8ന്റെ ആൻസർ പോരട്ടെ, ഉള്ളിന്ന് പോരട്ടെ. അജ്മലുണ്ട്. ആരാ പിന്നുള്ളത്? സനബിൽ സനു. എനിക്കും സനബിൽ സനു ആരാ? എനിക്ക് കറക്റ്റ് പേര് ഞാൻ പറയുമ്പോൾ തിരിഞ്ഞു പറഞ്ഞൊക്കെ പോകും കേട്ടോ. തേജലക്ഷ്മി SR ഗെയിമിംഗ്. കെമിസ്ട്രി ഒക്കെ നമുക്ക് സെറ്റ് ആക്കാൻ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ. ABCD ഏതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആരെങ്കിലും ഒരാൾ റിപ്ലൈ ചെയ്യും. അറിയത്തില്ലെങ്കിൽ ചുമ്മാ കറി കുത്തടേ, ശരിയായാലോ ചിലപ്പം. അല്ല, നമ്മളൊന്നും വിട്ടത് കേട്ടോ, കാരണം ഇത് മൈനസ് മാർക്ക് ഇല്ലാത്ത സാധനം. അറിയത്തില്ലെങ്കിൽ ഒന്ന് കുത്തിയേക്കണം, ചിലപ്പോൾ എന്താവും, ശരിയാവും. അങ്ങനെ എന്തെങ്കിലും കുത്തിക്കേ. ഓപ്ഷൻ ഡി ഗെയിമിംഗ് വളരെ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്താണ്? പീരിയോഡിക് മോഷൻ മേ ബി സിമ്പിൾ ഹാർമോണിക് മോഷൻ. പീരിയോഡിക് മോഷൻ എന്താകാൻ സാധ്യതയുണ്ട്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകാൻ സാധ്യത ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യാണ്. എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ചുമ്മാ തള്ളിട്ട് കാര്യമല്ലോ, എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. ഒരു സ്പ്രിങ് എന്ത് ചെയ്യാണ്? ഓസിലേറ്റ് ചെയ്യാണ്. ഈ സ്പ്രിങ് ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ടൈം പീരീഡ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത് എന്താണ്? ഇതൊരു സിമ്പിൾ ഹാർമോണിക് മോഷനുമാണ്. അതുപോലെ തന്നെ ഇത് എന്തുമാണ്? ഒരു പീരിയോഡിക് മോഷനുമാണ്. ഇനി സിമ്പിൾ പെൻഡലത്തിന്റെ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ അത് സിമ്പിൾ ഹാർമോണിക് മോഷനുമാണ്. അതുപോലെ തന്നെ അതൊരു പീരിയോഡിക് മോഷനാണ്. എന്താ പീരിയോഡിക് മോഷൻ? ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെയാണ് പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ചിലപ്പോൾ എന്താകാം,
പീരിയോഡിക് മോഷൻ എന്താകാം? ചിലപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആകാം. എപ്പോഴും ആകണം നിർബന്ധമുണ്ടോ? എപ്പോഴും ആകണം ഒരു നിർബന്ധമില്ല. ഒരു ഉദാഹരണം, എടാ ഭൂമി സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുമല്ലേ? ഭൂമി സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുമല്ലേ? ഈ ഭൂമി ഈ സൂര്യന് ചുറ്റും കിടന്ന് കറങ്ങുമ്പോൾ നമുക്കറിയാം 365 ദിവസം വേണം അല്ലെ? ഈ വർഷം 365 കാലാണെങ്കിൽ അടുത്ത വർഷം കഴിഞ്ഞോണം ഞാൻ 365 കാലിൽ ഓടിയതല്ലേ, ഇനി കുറച്ച് സ്പീഡ് കൂട്ടിയേക്കാം എന്ന് പറഞ്ഞ് കൂട്ടുപോകും. അല്ലെങ്കിൽ ഞാൻ കുറെ നാളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുമല്ലേ, ഇനി സ്പീഡ് കുറക്കാമെന്ന് പറഞ്ഞ് 365 കാലെന്നുള്ളത് 365 ദിവസം കൊണ്ട് കറങ്ങി തീർക്കും. 366 ദിവസവും ഒരിക്കലും ഇല്ല. അപ്പൊ അവിടത്തെയൊക്കെ ടൈം പീരീഡ് കോൺസ്റ്റന്റ് ആയിരിക്കും 365 കാല ദിവസം. അപ്പൊ ഭൂമിയുടെ കറക്കം എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് മോഷനാണ്. ഭൂമിയുടെ കറക്കം എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരിയോഡിക് മോഷനാണ്. പക്ഷേ അതെന്തല്ല, അത് സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ല. അതെന്തല്ല? അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലേ അല്ല. കാരണം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ അല്ലേ? 8ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 9ാമത്തെ ക്വസ്റ്റ്യൻ. വാടാ, 9ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നില്ലല്ലോ, പിണങ്ങിയോ? വന്നു 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദ ബോബ് ഓഫ് എ സിമ്പിൾ പെൻഡലം. ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ബോബ് അതൊരു ഹോളോയാണ്, ഫിൽഡ് വിത്ത് മെർക്കുറി. ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ബോബിനകത്ത് മെർക്കുറി ഫില്ല് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്നറിയാവോ? ഇവനായിട്ട് അങ്ങ് ഓസിലേറ്റ് ചെയ്യിക്കുകയാണ്. ഇവനായിട്ട് നമ്മൾ എന്ത് ചെയ്യിക്കുന്നു? തൂക്കിയിട്ട് ആട്ടുന്നു. ഓഹോ, ആട്ടിക്കളിക്കുന്നു. അപ്പോൾ പോകില്ലേ എന്ന് പറഞ്ഞാൽ ആട്ടുന്നത്? ഒരിക്കലും അല്ല. ഇത് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുകയാണ്. ഇവൻ ഓസിലേറ്റ് ചെയ്തിട്ട് ഓസിലേറ്റിംഗ് മെർക്കുറി ഫ്ലോ ഔട്ട് ത്രൂ എ ഹോൾ. പാവം, ഒരു കുഞ്ഞു ഊട്ട ഉണ്ടായിരുന്നു അതിനകത്ത്, ഹോള് ഒരു കുഞ്ഞു സുഷിരം ഉണ്ടായിരുന്നു. ഈ മെർക്കുറി ഇതിനകത്തൂടെ പോകാൻ തുടങ്ങി. മെർക്കുറി ഇതിനകത്തൂടെ പോകാൻ തുടങ്ങി. മെർക്കുറി പോകാൻ തുടങ്ങി. വാട്ട് ഹാപ്പൻ ദ പീരിയഡ്? നമ്മളാണോ ഹോൾ ഇട്ടത്? നിങ്ങളാണോ ഹോൾ ഇട്ടത്? അല്ല. പക്ഷെ ആൻസർ എഴുതേണ്ട കടമ നമുക്കുണ്ട്. കാരണം നമുക്ക് മാർക്ക് വേണം, നമുക്ക് നല്ല പവർ വേണം. ഓക്കെ, എന്തെങ്കിലും ആട്ടെ, നോക്ക്. അപ്പൊ ഹോളിട്ട് കഴിയുമ്പോൾ മെർക്കുറി ഇറങ്ങിപ്പോകും. മെർക്കുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നത്, ഹോളിട്ട് മെർക്കുറി ഇറങ്ങി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മെർക്കുറി ലെവൽ കുറയത്തില്ലേ? കൂടുവോ കുറയുമോ? കുറയും. മെർക്കുറിയുടെ ലെവൽ കുറയും. ഇപ്പോൾ ഇതിന്റെ സെൻട്രൽ മാസ് എവിടെ ഇരിക്കുന്നത്? ഞാൻ ഈ കളറൊക്കെ തരാം, റെഡ് കളറിൽ. ഇപ്പോൾ ഇതിന്റെ സെൻട്രൽ മാസ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ പെൻഡലത്തിന്റെ ലെങ്ത് എന്താണ്? ഇതാണ് ഇപ്പോഴത്തെ പെൻഡലത്തിന്റെ ലെങ്ത്. ഇനി മെർക്കുറി കുറച്ച് പോയി തീരാറായി. എന്റെ മെർക്കുറി ഇപ്പൊ ഇവിടം വരെത്തി. മെർക്കുറി ഇവിടം വരെത്തി വന്നിട്ട് ഇപ്പൊ സെൻട്രൽ മാസ് എന്താ സംഭവിക്കുന്നത്? സെൻട്രൽ മാസ് നേരെ താഴോട്ട് പോകും. ഇപ്പൊ മാസ് എവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? താഴെയാണ്. മാസ് എവിടാണോ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയാണ് സെൻട്രൽ മാസ് ഇരിക്കുന്നത്. ഓക്കെ, ഗൂഗിൾ നോക്കി ആരും ആൻസർ പറയണ്ട. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ നോക്കണ്ട. എക്സാം ഹാളിൽ ഗൂഗിൾ അണ്ണാച്ച് വരുത്തില്ല കേട്ടാ. ഇനി എക്സാം ഹാളിൽ ഗൂഗിൾ കൊണ്ടുപോകാം എന്ന് ആർക്കെങ്കിലും വല്ല പ്രതീക്ഷയോ വല്ല ഉണ്ടെങ്കിൽ 3 വർഷം വീട്ടിൽ ഇരിക്കാം. പൊക്കും കോപ്പി അടിച്ച ഉറപ്പായിട്ടും പൊക്കും. അതുകൊണ്ട് ഗൂഗിൾ അണ്ണാച്ചിയെ എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ചില കാര്യങ്ങളൊക്കെ സ്വന്തമായി നമുക്ക് ചെയ്യാണ്ടിരിക്കണം. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ എപ്പോഴും ഗൂഗിൾ എന്ത് നോക്കിയാലും അത് വേണം, ഗൂഗിൾ എന്ത് പറയുന്നു, ഇത് വേണം, ഗൂഗിൾ എന്ത് പറയുന്നു. അങ്ങനെ പോയാൽ നിങ്ങളുടെ ബോധവും ബുദ്ധിയും പക്കണമൊന്നും ഇല്ലാതാവും പിള്ളേരെ. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാതാവും. നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, തകർന്നു പോകും ജീവിതം. ചില കാര്യങ്ങൾ നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ സ്വന്തം പ്രാപ്തരായിരിക്കണം. ചില കാര്യങ്ങൾ നമ്മൾ സ്വന്തമായി ചെയ്ത് നോക്കണം. ചില ക്വസ്റ്റ്യനൊക്കെ സ്വന്തമായി ചെയ്ത് നോക്കണം. ഒരു ക്വസ്റ്റ്യൻ കണ്ടു, പാടാണ്, പിന്നെ അതിന്റെ പുറകിന് പോകത്തില്ല, എന്റെ പട്ടി ചെയ്യും, തോറ്റു പോകത്തേ ഉള്ളൂ, വേറൊന്നുമില്ല. കാരണം എക്സാം ഹാളിൽ ഇവരൊന്നും വരത്തില്ല. സ്വന്തമായി ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം ആൻസർ കിട്ടുന്നവരെ ചെയ്ത് നോക്കുക. മാക്സിമം പരിശ്രമിക്കുക. കിട്ടിയില്ലെങ്കിൽ നോക്കി ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ആ പരിശ്രമം ഉണ്ടല്ലോ, അതെന്തായിരിക്കും? വിജയത്തിലോട്ട് എത്തുന്നതായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആ സെന്റർ ഓഫ് മാസ് താഴോട്ട് വന്നു. ഇപ്പോൾ നോക്കി ലെങ്ത് എന്ത് സംഭവിച്ചു? ലെങ്ത് കൂടിയോ കുറഞ്ഞോ? നേരത്തെ ഉണ്ടായിരുന്ന എന്താണോ ലെങ്ത്, ആ ലെങ്തിൽ നിന്നും ലെങ്ത് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. കോടി ലെങ്ത് കോടി. അപ്പോൾ ലെങ്ത് കൂടിയാൽ T is equal to 2π√L/g ആണ്. ലെങ്ത് കൂടിയാൽ ടൈം പീരീഡ് കൂടും. ടൈം പീരീഡ് കൂടുക എന്ന് പറയുന്നത് അവിടെ അതിന്റെ സ്പീഡ് എന്ത് ചെയ്യാൻ തുടങ്ങും? കുറയാൻ തുടങ്ങും.
ഇവിടെ ടൈം പീരീഡ് ഇപ്പം കൂടുവാണ്. ആദ്യം 2 സെക്കൻഡ് കൊണ്ടാണ് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ഇപ്പോൾ 4 സെക്കൻഡ് കൊണ്ടായിരിക്കും ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 സെക്കൻഡ് കൊണ്ട് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതാണോ, 4 സെക്കൻഡ് കൊണ്ട് ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സ്പീഡ് കൂടുതൽ സ്വാഭാവികമായിട്ടും 2 സെക്കൻഡ് ആണ്. അപ്പോൾ അത് നമുക്ക് സ്പീഡ് ആയിരുന്നില്ല, ടൈം പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൈം പീരീഡ് ഇൻക്രീസ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇതൊരു മൺകലത്തിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടും എക്സാമിൽ ചോദിക്കുന്നതാണ്. ഒരു മൺകലം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, തൂക്കിയിട്ടാട്ടുന്നു, മൺകലത്തിൽ ഹോൾ ഇട്ടു, ടൈമിൽ എന്ത് സംഭവിക്കും? മൺകലത്തിൽ ഹോൾ ഇട്ടാൽ വെള്ളം പോകും. വെള്ളം പോയി കഴിഞ്ഞാൽ ലെങ്ത് കൂടും, സെന്റർ ഓഫ് മാസ് താഴോട്ട് വരും, ലെങ്ത് കൂടും. ലെങ്ത് കൂടിയാൽ ടൈം പീരീഡ് കൂടും. മനസ്സിലായോ? നോക്കിക്കേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഒരു കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ ആണ്, വെടിച്ചില്ല ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ഈ പാർട്ടിക്കിൾ ഓഫ് മാസ് എം, ഒരു പാർട്ടിക്കിൾ, ഒരു ബോബിന്റെ മാസ് എം ആണ്, സസ്പെൻഡഡ് ഫ്രം വൺ എൻഡ് ഓഫ് ആൻ എക്സ്റ്റെൻസിബിൾ സ്ട്രിങ്, inextensible string on negligible mass of rigid support from a simple pendulum. The period of oscillation of a simple pendulum show that the time taken by the bob to directly from the mean position to half of the amplitude t/2. അതായത് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ, നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി എന്താ മനസ്സിലാകുന്നത്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് t ആണ്. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് എന്താണ്? ടി ആണ്. അതിനു മുമ്പ് ഈ 14 പേരുണ്ട്. ഈ 14 പേര് ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചില പിള്ളേരുണ്ട് ലൈക്ക് ചെയ്തിട്ട് പിന്നെയും കൂടെ ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഡിസ്ലൈക്ക് ആയിട്ട് മാറും, അത് ലൈക്ക് ഇല്ലാതാവും. അങ്ങനെ ചെയ്യരുത്. ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ 71, 72, 73, 74 ഒരു 100 ലൈക്കെങ്കിലും കിട്ടുപോട്ടെ എനിക്ക്. ഓക്കെ, കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, ശ്രദ്ധിക്കേ. അപ്പൊ എന്താ പറയുന്നത്? ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ടി ആണ് എങ്കിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഷോ ദാറ്റ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ദ ടൈം ടേക്കൺ ബൈ ദി ബോബ് ടു ഡയറക്ട്ലി ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ ടു ഹാഫ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. അതായത് അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും, ശ്രദ്ധിക്കുക മക്കളെ, മീൻ പൊസിഷനിൽ നിന്നും, എവിടെന്നാണ് ബോബ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എവിടുന്നാണ്? മീൻ പൊസിഷൻ. അതിന്റെ മീൻ പൊസിഷനിൽ നിന്നും എവിടെയാണ് ഇപ്പോൾ അത് വരുന്നത്? ഏതോ ഒരു പോയിന്റിലെത്തി, അതിനടുത്ത സമയം ആംപ്ലിറ്റ്യൂഡ് പകുതിയായി. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇത് നമ്മുടെ സിമ്പിൾ പെൻഡുലം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇത് ഇവിടം വരെയാണ് മാക്സിമം ഇത് ഓസിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് എന്റെ ആംപ്ലിറ്റ്യൂഡ്. ഇപ്പോൾ ഈ പെൻഡുലം കൃത്യം പകുതി വന്ന് നിൽക്കുകയാണ്. ഇപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ എന്താണ്? പകുതി, a/എന്താണ് 2. അപ്പോൾ ഇത് ഇവിടെ നിന്നും ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി, ഇവിടെ നിന്നും ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ എവിടെ നിൽക്കുകയാണ്? ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇതിപ്പോൾ ഓസിലേറ്റ് ചെയ്തിട്ട് ഇത് എവിടെ വന്ന് നിൽക്കുകയാണ്? ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? എങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെ എത്താനെടുത്ത സമയം, അതായത് മീൻ പൊസിഷനിൽ നിന്നും ഈ a/2 എന്ന് പറയുന്ന അവിടം വരെ എത്താനെടുത്ത സമയം t/12 ആണെന്ന് പ്രൂവ് ചെയ്യുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഓർക്കുക, a/2 എന്ന് പറയുന്നത് അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? a/2 എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? എങ്കിൽ മക്കളെ പറ, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്താണ്? മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ബോഡി മീൻ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ x is equal to cos ഇടരുത്, സൈൻ ആണ് വേണ്ടത്. അപ്പൊ എന്തിടുക? x is equal to a, എന്താ മക്കളെ വരുന്നത്? x is equal to എന്ത് വരും? a sin omega t. a sin omega t. ഇനി പോസിറ്റീവ് എക്സ്ട്രീമിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ a cos. അത് ഷോർട്ട് കട്ട് ആണ്. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? നമ്മുടെ മീൻ പൊസിഷനിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ x is equal to a sin omega t ഇട്ട് കൊടുക്കുക. എക്സ്ട്രീമിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ x is equal to a cos omega t ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? സത്യം പറഞ്ഞാൽ x is equal to a cos omega t plus 5 ആണ് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ജനറൽ ഇക്വേഷൻ. അവിടെ നിന്ന് മോഡിഫൈ ചെയ്തെടുക്കുന്ന രണ്ട് ഇക്വേഷൻ ആണ് x is equal to a cos omega t യും അതുപോലെ തന്നെ a sin omega t. അതെങ്ങനെയാണ് വന്നതെന്നൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ വളരെ വ്യക്തമായി ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പവർ ഇല്ലല്ലോ, ഒരു പവർ റേഷ്യോ വരട്ടെ, ഒരു പവർ വരട്ടെ, നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരു പവർ വരട്ടെ. 2-3 തീപ്പൊരി പറിച്ചേ. ആ ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് എങ്കിലും ഞാൻ ആൻസർ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ആൻസർ പറയത്തില്ല, ഞാൻ പിണക്കത്തില്ല. നിങ്ങൾ ആ ഒരു ലൈക്ക് ഇങ്ങോട്ട് പോരട്ടെ. ഒരു 76, 78, 29 ആയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആൻസർ പറയാം. എങ്ങനെയാ വന്നതൊക്കെ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ഓക്കെ, ചാറ്റ് ബോക്സിലൊന്നും വരുന്നില്ല, എന്തെങ്കിലുമൊക്കെ വരട്ടെ, പോരട്ടെ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. വരുമോ വരാതിരിക്കും നമുക്ക് നോക്കാം. x is equal to a sin എന്താണ്? ഒമേഗ ടി ആണ്. ഇവിടെ x തന്നിട്ടുണ്ട്, ആംപ്ലിറ്റ്യൂഡിന്റെ പകുതിയാണെന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വരും ഇവിടെ? a/2 is equal to
is equal to എന്താണ് വരുന്നത് a sin omega t. a sin omega t. എയുമേയും വെട്ടിക്കളയുക 1/2 is equal to അതായത് പൂത്തിരിയൊക്കെ കത്തിക്കുന്നു എന്തിനകത്ത് നമ്മുടെ ചാറ്റ് ബോക്സിനകത്ത്. വെരി ഗുഡ്, നല്ല കുട്ടികൾ. ഓക്കെ, ശ്രദ്ധിക്കും മക്കളെ. ഇതുപോലെ ആ ഷെയറും ലൈക്കും കൂടെ ചെയ്താൽ വളരെ ഉപകാരം വരുന്നേനെ. അപ്പൊ 1/2 is equal to എന്ത് കിട്ടി? സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. 1/2 is equal to സൈൻ ഒമേഗ ടി. എടാ ഒമേഗയുടെ വാല്യൂ എന്താടാ? ഒമേഗയുടെ വാല്യൂ പഠിപ്പിച്ചല്ലേ ഞാൻ ഫസ്റ്റ് പറഞ്ഞു തന്നില്ലായിരുന്നു ഒമേഗയുടെ വാല്യൂ. എന്താ ഒമേഗയുടെ വാല്യൂ? ഒമേഗ is equal to 2π/t. ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗ is equal to 2π/ എന്താണ്? ടി ആണ് ഒമേഗയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഒമേഗയുടെ വാല്യൂ എന്താണ്? 2π/t ആണ്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചേ. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? എടാ നിങ്ങൾ നോക്കിയേ, ഏതോ ഒരു ആംഗിളിൽ നമുക്ക് 1/2 കിട്ടി. നമുക്കറിയാം ഏത് ആംഗിളിലാണ്, സൈനിന്റെ ഏത് ആംഗിളിലാണ് 1/2. നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തതാണ്, കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. സൈനിന്റെ ഏത് ആംഗിളിലാണ് 1/2 കിട്ടുന്നത്? നമുക്കറിയാം സൈൻ 30 ഡിഗ്രി ആണ്. സൈൻ 30 ഡിഗ്രി അല്ലെങ്കിൽ π/6. അപ്പോൾ നമ്മുടെ π/6 ഈ ഒമേഗ ടി എന്തായിട്ട് മാറണം? π/6 ആണെങ്കിൽ മാത്രമേ. സൈൻ π/6 ആണ് 1/2. അപ്പോൾ ഒമേഗ ടി എന്തായിരിക്കണം? ഒമേഗ ടി π/6 ആയിരിക്കണം. ഇനി ഒമേഗയുടെ വാല്യൂ നമുക്കറിയാലോ. ഒമേഗയുടെ വാല്യൂ എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് π/6. ഒമേഗ എന്ന് പറയുന്നതാണ് 2π/t ഇൻറ്റു എന്താണ്? ടി ആണ്. നമുക്ക് ആ ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. പൈയും വെട്ടിക്കളയാം. ഈ 2 ഇവിടെ വരും. എന്ത് വരും? അപ്പോൾ 12 എന്ന് വരും. then t is equal to 3/12. നോക്കിക്കേ, the time taken by the bulb എന്ത് കിട്ടി? t/12 എന്ന് കിട്ടി. മീൻ പൊസിഷനിൽ നിന്നും എവിടെ നിന്നാ? മീൻ പൊസിഷനിൽ നിന്നും ആംപ്ലിറ്റ്യൂഡിന്റെ പകുതി വരെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എത്താൻ എടുക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം എന്തായിരിക്കും? t/12 ആയിരിക്കും. t/12 ആയിരിക്കും. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളത് പ്രൂവ് ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? Arrive at an expression for the period of oscillation of a simple pendulum using the result. Explain whether 3 students find the period of oscillation of a simple pendulum of same length but with the bobs different masses will get the same value of period of oscillation or not. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യം പറഞ്ഞിരിക്കുന്നത് arrive an expression for time period of a simple pendulum. സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ ഡെറിവ് ചെയ്യുക. t is equal to 2π√L/g യുടെ ഡെറിവേഷൻ ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ പീരീഡ് ഓഫ് ഓസിലേഷൻ. എടാ 3 പിള്ളേര്, രമണൻ സുരേഷ് തങ്കപ്പൻ, ഈ 3 പിള്ളേര്, ഈ കഞ്ചാവ് അടിച്ച ഈ 3 പിള്ളേര് എന്ത് ചെയ്തു? 3 ഡിഫറെന്റ് മാസൊക്കെയുള്ള 3 ബോബ് വെച്ച് പരിപാടി ചെയ്യാന്നുള്ളൂ. 3 ഡിഫറെന്റ് മാസുകളുള്ള 3 ബോബ് അവരുടെ കയ്യിലുണ്ട്. എന്നിട്ട് ഇവർ എക്സ്പീരിയൻസ് നടത്തി. ലെങ്ത് മാറ്റിയില്ല, സെയിം ലെങ്ത് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എങ്കിൽ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ത് സംഭവിക്കും? മുമ്പത്തെ പോലാണോ അതോ മാറുമോ? എന്തായിരിക്കും സംഭവിക്കുന്നത്? ആർക്കെങ്കിലും ഒന്ന് ചാറ്റ് ചെയ്യാവോ? ചാറ്റ് ചെയ്തേ. എന്ത് സംഭവിക്കും? മാറുമോ മാറത്തില്ല? ഏതെടുത്താലും 10 രൂപ. മാറും മാറത്തില്ല? ടൈം പീരീഡ് മാറും മാറത്തില്ല? സെയിം ആയിരിക്കും അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിരിക്കും? പറ. ഏതെടുത്താലും 10 രൂപ. പെട്ടെന്ന് പറ. ഉള്ളിന്ന് പോരട്ടെ. ഇക്വേഷൻ ഒക്കെ കൊണ്ടുവരണം. t is equal to 2π√L/g ആണ് ഇക്വേഷൻ. ടൈം പീരീഡ് മാറുമോ? മാസം മാറിയാൽ ടൈം പീരീഡ് മാറുമോ? നമ്മൾ പറഞ്ഞാണ് സെയിം അല്ലെന്നോ? സെയിം അല്ലേ? സെയിം അല്ലേ? അസ്ലം സെയിം അല്ലേ എന്ന് നമുക്ക് ഒരിക്കലും ഒരു ആൻസർ ഷീറ്റിനകത്ത് എഴുതി വെക്കാൻ കഴിയത്തില്ല. സെയിം അല്ലേ എന്ന് പറഞ്ഞാൽ മാർക്ക് വേണോ എന്ന് തിരിച്ചു പരിശോധിക്കും. ഓക്കെ, മാസ് ഇൻഡിപെൻഡന്റ് അല്ലേ? ഈ അല്ലേ എന്നല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ ആൻസറിനകത്ത് ആണോ അല്ലയോ? അല്ലേ പില്ലേ എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല. ബിബിൻ പറഞ്ഞു മാറും. ബിബിനസ് പറയുന്നു മാറും. ഇനി അടുത്താലും പോരട്ടെ. അസ്ലമ് ഒന്ന് ഉറപ്പിച്ച് നിൽക്ക്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ഉറപ്പിച്ച് നിൽക്ക്. ബിബിനസ് ഉറപ്പിച്ച് പറയുകയാണ് മാറും. ബാക്കിയുള്ളവരൊന്നും ഇല്ലടേ. 10-13 പേര് കാണുമല്ലേ? എടി എന്തെങ്കിലുമൊക്കെ റിപ്ലൈ ചെയ്യടേ. ഇവിടെ മാറത്തില്ല. എന്തെങ്കിലും പറ. തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ. ഇവിടെ ആരാണ് നിങ്ങൾക്ക് മാർക്ക് തരാൻ പോകുന്നത്? ഇവിടെ തെറ്റിക്കഴിഞ്ഞ ഒരു കുഴപ്പമില്ല. എക്സാം ഹാളിൽ തെറ്റായിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാളും കൂടെ ഒന്ന് റിപ്ലൈ തന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? പറയാമായിരുന്നു. ഓക്കെ, അസ്ലം പറഞ്ഞു ചിരിച്ചോണ്ടൊക്കെ പറയാണ്. അങ്ങനെ പറയണം. പിള്ളേരായ ആണുങ്ങളായ അങ്ങനെ പറയണം. സെയിം ആണ് എന്ന് പറയണം. ഓക്കെ, മാറില്ല. തേജലക്ഷ്മി പറഞ്ഞു മാറത്തില്ല. ഉറപ്പിച്ചു. ലേല ഉറപ്പിച്ചു. 1 തരം 2 തരം 3 തരം അസ്ലം ലേല ഉറപ്പിച്ചു. ആണ് സാറേ ഉറപ്പിച്ചു. ഇനി എന്തൊക്കെ പറയാനും മാറത്തില്ല. സെയിം ആണ്. കീർത്തിയും പറഞ്ഞു സെയിം ആണെന്ന്. അങ്ങനെ പോരട്ടെ. പിള്ളേരായ അങ്ങനെ വേണം.
മാറത്തില്ല എന്ന് പറയണം. ഇനി ആരാ ഉള്ളത്? കീർത്തി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇനി പോട്ടെ, ഇനിയുള്ളത് 2-3 പേരുണ്ട്. 10,000 പേരൊന്നും കാണാനില്ലെങ്കിൽ 4-5 പേരുണ്ടല്ലോ. നിങ്ങൾ റിപ്ലൈ എന്നാൽ മതി. നിങ്ങളുടെ പേര് പറയാമോ? എൻ്റെ പൊന്നു, എൻ്റെ പേര് ജസീല്. ഹൈ, ആൻസർ പറയടേ ഇറക്കാം. എന്നിട്ട് നമുക്ക് പേരൊക്കെ നോക്കാം. മുഹമ്മദ് സബാഹ, ഷെഹബാസ്, എന്തെങ്കിലും ആട്ടെ. അപ്പൊ കുട്ടിയാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. ആണെങ്കിൽ ആൻസർ പറയുക. ഓക്കെ, ബിബിൻ 2 എടുത്ത് കാണിക്കുന്നു. സാർ 2. വിക്ടറി, V4 വിക്ടറിയുടെ വിക്ടറിയാണ് കാണിക്കുന്നത്. ഓക്കെ, ബിബിൻ ആൻസർ പറഞ്ഞു മാറുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഞാൻ പറയാം, മാറത്തില്ല. നമുക്കറിയാലോ ടൈം പീരീഡ് ഇൻഡിക്കേഷൻ എന്താണ്? ടൈം പീരീഡ് T = 2π√L/G അല്ലേടാ. ഇവിടെ എവിടാടാ മാസ് കിടക്കുന്നത്? ഇതിനകത്ത് മാസ് ഉണ്ടോടാ? ലെങ്ത് അല്ലേടാ, G അല്ലേടാ. അവന്മാർ മാസ് ആണ് മാറ്റുന്നത്. ഈ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡസ് നോട്ട്. ഇല്ല, ഡിപ്പെൻഡ് ചെയ്യത്തില്ല. 100% ഉറപ്പാണ്. ചെയ്യത്തില്ല. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അയ്യോ, ലെങ്ത് അല്ല, എന്ത് പൊട്ടനാണോ? മാസിനെ എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ഏത് ചാപ്റ്റർ കഴിഞ്ഞു? നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഈ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഈ ഓസിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാനൊരു ബ്രീഫായിട്ട് പറഞ്ഞുതരാം ഇതിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിരിക്കണം. ടൈം എന്താണ്? റിസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ആണെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് ജനറൽ ഇക്വേഷൻ ആണ് x = a cos ωt+ എന്നാണ്. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇതിനെ നമുക്ക് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ബോഡി മൂവ് ചെയ്യുന്നത് മീൻ പൊസിഷനിലാണെങ്കിൽ x = എന്ത് വരും? a sin ωt+5 വരും. ഇനി ബോഡി മൂവ് ചെയ്യുന്നത് എക്സ്ട്രീം പൊസിഷനിലാണെങ്കിൽ x = എന്ത് വരും? a cos ωt+5 ആണ് വരുന്നത്. അപ്പം ഈ ഇക്വേഷനാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് എങ്ങനെയാണ് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വീഡിയോ ഉണ്ട്, ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഇതിന് ശേഷം നമ്മൾ പഠിക്കുന്നത് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2π/T ആണ്. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിന്നെ ടൈം പീരീഡ്, സിമ്പിൾ ഇതിന്റെ ടൈം പീരീഡ് ഇക്വേഷൻ T = 2π√L/G ഡെറിവേഷൻ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഈ ചാപ്റ്ററായി. പിന്നെ അല്പം ബോധവും പക്കണവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണല്ലോ.